ഹലോ എവ്രി വൺ, വെൽക്കം ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് SSC CHSL 2019 റീസണിങ് സെഷൻ ഒരു പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് 13 ഒക്ടോബറിൽ നടന്ന പേപ്പറിലെ റീസണിങ് തേർഡ് ഷിഫ്റ്റിലെ റീസണിങ് സെക്ഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ബ്ലഡ് റിലേഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ 2020 ഇപ്പോൾ നടക്കുന്ന CHSL എക്സാമിൽ കണ്ടാൽ മനസ്സിലാവും ബ്ലഡ് റിലേഷൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബേസിസിലാണ് ഇവൻ കറൻ്റ്ലിയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചോദിക്കണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുക എന്തായാലും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. ബ്ലഡ് റിലേഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിക്കാം. പോയിൻറ്റിംഗ് ടു എ പിക്ചർ ഓഫ് രാജീവ്, എ ലേഡി നീന സാഡ്. അപ്പോൾ നീന ലേഡി ആണെന്നാണ് പറയണത്. ഓക്കെ, ഹെസ് സിസ്റ്റേഴ്സ് ഫാദർ ഇസ് എ ഒൺലി സൺ ഓഫ് മൈ ഫാദർ ഇൻ ലോ. ഹൗ ഇസ് നീന റിലേറ്റഡ് ടു രാജ്? ഓക്കെ, അപ്പോൾ നമുക്ക് തന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്തേക്കുന്ന വേർഡ് ഇതാണ്, ഹെസ് സിസ്റ്റേഴ്സ് ഫാദർ. ഓക്കെ, എസ് നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. എസ്സിന് മുന്നേ ഉള്ളതും എസ്സിന് ശേഷമുള്ള രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. രണ്ടിനെ സെപ്പറേറ്റ്ലി അതിൻ്റെ റിലേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ഹെസ് സിസ്റ്റേഴ്സ് ഫാദർ ഈസ് ദി ഒൺലി സൺ ഓഫ് മൈ ഫാദർ ഇൻ ലോ. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമുക്ക് റൈറ്റ് അവേ ക്വസ്റ്റ്യൻ വായിച്ച് തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഫസ്റ്റ് ഇവിടെ നമുക്ക് ഹിസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഉദ്ദേശിച്ചത് ആ ലേഡി പറയുന്നതാണ് ഹെസ് സിസ്റ്റേഴ്സ് ഫാദർ. അതായത് രാജീവിൻ്റെ ഹിസ് എന്ന് ഇവിടെ വന്നത് ബേസിക്കലി പേഴ്സണൽ പ്രോനൗൺ പോയിൻ്റ് ചെയ്യേണ്ടത് രാജീവിലോട്ടാണ്. കാരണം രാജീവിനെ പോയിൻ്റ് ചെയ്തിട്ടാണ് ആ സ്ത്രീ പറയണത് എന്താ ഹെസ് സിസ്റ്റേഴ്സ് ഫാദർ എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി ഹെസ് സിസ്റ്റേഴ്സ് ഫാദർ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? രാജീവിൻ്റെ സിസ്റ്ററിൻ്റെ അച്ഛൻ. ബേസിക്കലി രാജീവിൻ്റെ ഫാദർ തന്നെയല്ലേ. അപ്പോൾ ഈ ഇത്രയും പാട്ട് നമുക്ക് എന്തായിട്ട് പറയാം? ഇത്രയും പാട്ട് നമ്മൾ രാജീവിൻ്റെ ഇത്രയും പാട്ട് നമുക്ക് ഇവിടെ എഴുതാം. ബേസിക്കലി പറയണത് രാജീവ്സ് ഫാദറാണ് അത്രയും പാട്ടെന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ ഈ സംഭവത്തിനെ രണ്ടായിട്ട് ആ പോയിൻറ്റിങ് ടു എന്നുള്ള ആ ഒരു കേസിൽ ആ റിപ്പോർട്ടഡ് സ്പീച്ച് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. മിസ്സിന് മുന്നേ ഉള്ളത് മിസ്സിന് ശേഷമുള്ളത്. മിസ്സിന് ശേഷമുള്ള ആ വേർഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് മൈ മുതലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കാരണം മൈ എന്ന് പറഞ്ഞാൽ അതായത് ബാക്കിൽ നിന്നാണ് നമ്മൾ അതിൻ്റെ റിലേഷൻഷിപ്സ് നമ്മൾ കണ്ടുപിടിക്കാൻ പോണത്. അപ്പോൾ നമ്മൾ ഈ മൈ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരാൾ സംസാരിക്കുമ്പോൾ അയാളുടെ സ്പീച്ചിൽ മൈ യൂസ് ചെയ്ത് തന്നെ ബേസിക്കലി പോയിൻ്റ് ചെയ്യണത് ആ സ്പീക്കറിനെ തന്നെയാണ് പോയിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മൈ എന്ന് ഉദ്ദേശിച്ചത് നീനയാണ് ഉദ്ദേശിച്ചത്. നീന തന്നെയാണ് ഈ മൈ എന്ന് പറഞ്ഞ ആൾ. അപ്പോൾ എന്താണ്, നീന സാഡ് മൈ ഫാദർ ഇൻ ലോ. മൈ ഫാദർ ഇൻ ലോ എന്ന് പറഞ്ഞാൽ നീനയുടെ ഫാദർ ഇൻ ലോയാണ്. നീനയുടെ ഫാദർ ഇൻ ലോ എന്ന് പറഞ്ഞാൽ എന്താ, നീനാസ് ഹസ്ബൻഡ്സ് ഫാദറാണ് നീനാസ് ഫാദർ ഇൻ ലോ, മൈ ഫാദർ ഇൻ ലോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നീനാസ് ഹസ്ബൻഡ്സ് ഫാദറാണ് ഇത്രയും പാട്ട് മൈ ഫാദർ ഇൻ ലോ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇതിൽ പിന്നെ അടുത്ത പാട്ട് എന്താണ്, ദി ഒൺലി സൺ ഓഫ് മൈ ഫാദർ ഇൻ ലോ. അപ്പോൾ ബേസിക്കലി എന്താണ്, ഒൺലി സൺ ഓഫ് മൈ ഫാദർ ഇൻ ലോ എന്ന് പറഞ്ഞാൽ നീനയുടെ ഹസ്ബൻഡ് തന്നെയല്ലേ. നീനയുടെ ഹസ്ബൻഡിൻ്റെ ഫാദറിൻ്റെ ഒരേ ഒരു മോൻ എന്നാണ് പറയുന്നത്. അത് ബേസിക്കലി നീനയുടെ ഹസ്ബൻഡ് തന്നെയാണ്. അപ്പോൾ ഈ പാട്ട് നമുക്ക് എന്ത് പറയാം? ഈ പാട്ടും ബേസിക്കലി ഉദ്ദേശിക്കുന്നത് നീനാസ് ഹസ്ബൻഡാണ് ആ ഒരു പാട്ടെന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ ഇവിടെ എങ്ങനെ നമുക്കിത് വായിക്കാം? രാജീവ്സ് ഫാദർ എസ് നീനാസ് ഹസ്ബൻഡ് എന്നാണ് അതിൻ്റെ മീനിങ് അല്ലേ. ഇത്രയും പാട്ടെന്ന് പറഞ്ഞാൽ രാജീവ്സ് ഫാദർ എന്നാണ്. ഓക്കെ, സെക്കൻഡ് പാട്ടെന്ന് പറഞ്ഞാൽ ഈ പാട്ടെന്ന് പറഞ്ഞാൽ നീനാസ് ഹസ്ബൻഡ് എന്നാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് വായിക്കാം? രാജീവ്സ് ഫാദർ എസ് നീനാസ് ഹസ്ബൻഡ് എന്ന് വായിക്കാം അല്ലേ. അപ്പോൾ ബേസിക്കലി എന്താ ഇവിടെ ചോദിച്ചേക്കണത് എന്തൊട്ടാണ് അവസാനം? നീനയും രാജീവും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ചോദിച്ചേക്കണത്. അപ്പം നീനാസ് രാജീവ്സ് ഫാദർ എസ് നീനാസ് ഹസ്ബൻഡ് എന്നാണ്. അപ്പോൾ നീന എന്ന് പറയുന്നത് മദർ ഓഫ് രാജീവ് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് റൈറ്റ് അവേ എന്ത് ചെയ്യാം? ഓപ്ഷൻ 3 ആണ് ആൻസറിന് എഴുതാം. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എഗെയിൻ നമുക്ക് ഈ ഒരു സംഭവം ഈ ഒരു റിപ്പോർട്ടഡ് ആയിട്ടുള്ള സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണെങ്കിൽ അല്ല റിലേഷൻഷിപ്പ് ഇവിടെ നമുക്ക് 2 റിലേഷൻഷിപ്പേ ഉള്ളൂ. മൈ ഫാദർ ഇൻ ലോയും സണ്ണും എന്നുള്ള ആ 2 റിലേഷൻഷിപ്പേ ഉള്ളൂ. അവരിപ്പോൾ നമ്മുടെ ആ റിലേഷൻഷിപ്സിൻ്റെ ആ എണ്ണം കൂടിക്കഴിഞ്ഞാൽ അതായത് 5 ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ഡയഗ്രാം വെച്ച് തന്നെ ചെയ്യേണ്ടി വരും. പക്ഷേ ഈ ക്വസ്റ്റ്യൻ റൈറ്റ് അവേ നമുക്ക് വായിച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണിത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ മദറാണ്. നീന എന്ന് പറഞ്ഞാൽ മദർ ഓഫ് രാജീവ് എന്ന് വരും. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സെലക്ട് ദ ഓപ്ഷൻ ഇൻ വിച്ച് ദ ഗിവൺ ഫിഗർ ഇസ് എംബഡഡ് എന്നാണ് ചോദിച്ചേക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഗർ. ഇത് എംബഡഡ് ആയിട്ടുള്ള ഫിഗർ ഏതാണെന്നാണ് ചോദിച്ചേക്കണം. അപ്പോൾ നമ്മൾ നോക്കിപ്പോൾ ഓക്കെ ഈ ഒരു ഫിഗർ എവിടെയാണ് എംബഡഡ് ആണെന്ന് നോക്കിയാൽ മതി. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇതൊരു എക്സ്ട്രാ ഒരു ഓവറായിട്ടുള്ളൊരു ഇതുണ്ട്. പിന്നെ ഇവിടെ ഒരു ലൈൻ ഇല്ല. അപ്പോൾ നമുക്ക് ഇതല്ല എന്ന് പറയാം. നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം. ഓക്കെ, അടുത്ത ഓപ്ഷൻ നോക്കുമ്പോൾ എഗെയിൻ നമ്മൾ ഇവിടെ നോക്കുക.
ഓക്കെ, ഇങ്ങനെ ഒരു പാട്ടുണ്ട്, ഓക്കെ ഇങ്ങനെയുണ്ട്, ഓക്കെ. അപ്പോൾ ഇത് ഈ ഒരു പാട്ട് കണ്ടോ ഇവിടെ കേർവ്ഡ് ആയിട്ട് വരക്കുന്ന പാട്ടില്ല. ഓക്കെ, നമുക്ക് കാണാൻ പറ്റും നമുക്ക് ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന വേർഡ്, നമുക്ക് ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന ഫിഗർ ഇവിടെ എംബഡഡ് ആണെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും അല്ലേ. ഈ ഒരു ഫിഗറിൽ എംബഡഡ് ആണ്, നമ്മൾ കേർവ്ഡ് ആയിട്ട് വരച്ചിരിക്കുന്ന സ്ഥലത്ത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റന് ട്രിക്കൊന്നുമില്ല, നമ്മുടെ സ്വയം ഒബ്സർവേഷൻ വെച്ച് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, അടുത്തത് ഫിഗർ സീരീസ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ. ഫിഗർ സീരീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഫിഗർ ഇതാണ്, സെക്കൻഡ് ഫിഗർ ഇത്, തേർഡ് ഇത്, ഫോർത്ത് ഇത്, ഫിഫ്ത്ത് ഇത്. ഓക്കെ, നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും ഈ ഒരു ഫിഗർ സീരീസിൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈ ഒരു സെക്കൻഡ് ഫസ്റ്റും തേർഡും ആയിട്ടാണ് റിലേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ഫസ്റ്റ് ഫിഗറിൽ ഷെയ്ഡ് ഇവിടെയാണെങ്കിൽ അതിൻ്റെ അടുത്ത ഈ ഫിഗറിൽ ഓൾട്ടർനേറ്റ് ഫിഗറിൽ ഇവിടെയാണ് ഷെയ്ഡ്. അതുപോലെ നമ്മൾ ഈ ഒരു ഫിഗറാണ് ഓൾട്ടർനേറ്റ് ഫിഗേഴ്സാണ് റിലേറ്റഡ് ആയിട്ടുള്ളത് ഈ സീരീസിൽ. അപ്പോൾ ഈ ഒരു ഫിഗറാണ് റിലേറ്റ് ചെയ്തത്. നോക്കുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഷെയ്ഡ് റീജിയൻ ഒരേ പോയിന്റിൽ തന്നെയാണ്. എഗെയിൻ നമ്മൾ നോക്കി ഈ ഫിഗർ എങ്ങനെ റിലേറ്റ് ചെയ്യുന്നത്, എഗെയിൻ ഇത് ഇങ്ങോട്ട് സ്വിച്ച് ചെയ്തു അല്ലേ, ഇങ്ങോട്ട് സ്വിച്ച് ചെയ്തു ഡാർക്ക് സൈഡ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ്, ഇവിടെ ചേഞ്ച് ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇവിടെ ചേഞ്ച് ഇല്ലാത്തപ്പോൾ അടുത്ത ഫിഗറിലും ചേഞ്ച് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു സെയിം ഫിഗർ തന്നെയായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ. അതായത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ബേസിക്കലി. അതായത് ഫസ്റ്റും തേർഡും ഫിഫ്ത്തും റിലേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ എന്താണ് റിലേഷൻ, ഈ ബ്ലാക്ക് ഷെയ്ഡ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്ത് ഓൾട്ടർനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓപ്പോസിറ്റ് ഡിവിഷൻസിൽ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡിൽ. പിന്നെ സെക്കൻഡും തേർഡിലും ഫസ്റ്റ് തേർഡ് ആൻഡ് ഫിഫ്ത്തിൽ, സെക്കൻഡും ഫോർത്തിലും ബേസിക്കലി ആ സെയിം ഫിഗർ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ സിക്സ്ത് ഫിഗറിലും അഗെയിൻ ഈ സെയിം ഫിഗർ തന്നെയിലേക്ക് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ്. അപ്പോൾ ഇതൊരു നല്ല പാറ്റേൺ ആണ് ചോദിച്ചത്, ഡിഫറെൻ്റ് ആയിട്ട് ചോദിച്ചതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. വിച്ച് ടു സൈൻസ് ഷുഡ് ബി ഇൻ്റർചേഞ്ച് ഇൻ ദ ഗിവൺ ഇക്വേഷൻ ടു മേക്ക് ഇറ്റ് കറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതിലുള്ള ഏത് സിമ്പിൾസ് തമ്മിൽ ഓപ്ഷൻസിൽ കുറേ ഇൻ്റർചേഞ്ച് ചെയ്യേണ്ട സിമ്പിൾസ് തന്നിട്ടുണ്ട്. നമുക്കിത് ഈ ഇക്വേഷൻ കറക്റ്റ് ആവുന്നത് ഏത് ഇൻ്റർചേഞ്ചിലാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഏതർ നമ്മളെല്ലാം ഓപ്ഷൻസും ഇട്ട് ആൻസർ കണ്ടുപിടിച്ച് നോക്കുക, അല്ലെങ്കിൽ നമുക്ക് ഓപ്ഷൻ എലിമിനേഷൻ ട്രൈ ഔട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു തന്നിരിക്കുന്ന ഇക്വേഷൻ ഇതാണ്. അപ്പോൾ അതിൽ RHS എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നോക്കുമ്പോൾ ഈക്വൽ ടു സിമ്പിൾ ചേഞ്ച് ആയിട്ടില്ല. അപ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ RHS 4 ആണ്, അതായത് ഒരു ഹോൾ നമ്പറാണ്. അപ്പോൾ നമുക്ക് അപ്പോൾ തന്നെ നമ്മൾ ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ സംഭവം ഒരു ഫ്രാക്ഷൻ വന്ന ഒരു കേസ് വന്നതിന് അപ്പോൾ തന്നെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ ഡിവൈഡ് സിമ്പിളിൻ്റെ ഓരോ കേസ് നോക്കണം. ഇവിടെ ഡിവൈഡ് സിമ്പിൾ ചേഞ്ച് ആയില്ലെങ്കിൽ ഇവിടെ ആൻസർ 4 ആണ് വന്നത് അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഫ്രാക്ഷൻ വന്നില്ല. അപ്പോൾ ബാക്കിയുള്ള സ്ഥലത്ത് നമുക്ക് പോയിന്റ് നോക്കാം. ഡിവൈഡ് സിമ്പിൾ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും വേറെ ഏതെങ്കിലും പോയിന്റ് വരുമ്പോഴത്തേക്കും ഫ്രാക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആ ഫ്രാക്ഷൻ വന്നേണ്ട ഓപ്ഷൻ നമ്മൾ റൈറ്റ് അവേ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം, മൈനസും ഡിവൈഡ് ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ഇത് ഡിവൈഡ് ആയി, ഇത് 7 ആയി, ഇത് മൈനസ് വന്ന് 28 വന്നു. മൈനസും ഇൻറ്റു അല്ലേ ചേഞ്ച് വന്നു. 4 ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു 28 പ്ലസ് 12 മൈനസ് 3 എന്ന് വരും. അപ്പോൾ ഇവിടെ പ്രശ്നമില്ല, ഇവിടെ ഫ്രാക്ഷൻ ഫോം ചെയ്യുന്നില്ല, കാരണം ഈ 7 ഈ 4 ആയിട്ട് കട്ടായി പോകും. അപ്പോൾ ഇതിനെ ബേസിക്കലി നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും, 4/7 എഴുതാം. ഇത് 4 ക്യാൻസൽ ആവും, ഇത് 16 ആകും. അപ്പോൾ 16 + 12 വന്നു. അപ്പോൾ ഒബ്വിയസ്ലി അതാണ് ഫാർ ഗ്രേറ്റർ ദാൻ 4 ആണ്. പിന്നെ -3 ചെയ്താൽ നമുക്കൊരു ഇതുമില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ സെക്കൻഡ് ഓപ്ഷൻ ബി ഓപ്ഷനാണ് കറക്റ്റ് നോക്കുക. അപ്പോൾ നമ്മളിവിടെ ഇൻ്റർചേഞ്ച് ചെയ്യുന്നത് ഇൻറ്റുവും ഡിവൈഡും ആണ്. ഇൻറ്റു ഇവിടെ ഡിവൈഡ് ചെയ്ത് ഓക്കെ. അപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്ത് നോക്കാം. 4 മൈനസ് ഇവിടെ വന്നതെന്ന് പറഞ്ഞാൽ 7 ഡിവൈഡ് ബൈ 28 എന്ന് വരും. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റിയ ഒരു ഫ്രാക്ഷൻ ഫോം ചെയ്യണത്. ബട്ട് നമ്മുടെ RHS എന്ന് പറഞ്ഞാൽ ഒരു ഹോൾ നമ്പറാണ്. അപ്പോൾ നമുക്ക് അപ്പോൾ തന്നെ ഈ ഓപ്ഷൻ അല്ലാതെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അത് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, ഫുള്ളി ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇങ്ങനെയും ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ജസ്റ്റ് ക്വസ്റ്റനിൽ ആലോചിച്ച് മാത്രം മതി. നമുക്കിവിടെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മാത്രമേ അങ്ങനെ ചെയ്തെന്നുള്ളൂ. അടുത്ത് നമുക്ക് ഇൻറ്റുവും പ്ലസും ഇൻ്റർചേഞ്ച് ചെയ്ത് നോക്കാം. ഇൻറ്റുവും പ്ലസും ഇൻ്റർചേഞ്ച് ചെയ്ത് നോക്കാം. നമുക്ക് 4 - 7 ഓക്കെ, അവിടെ പ്രശ്നമില്ല, ഡിവൈഡിൻ്റെ ഒരു ഇഷ്യൂ വന്നില്ല. 4 - 7 പ്ലസ് 28 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ 3 എന്നാണ് വന്നേക്കുന്നത്. ഓക്കെ, ഈ ഡിവൈഡ് സിമ്പിൾ ഫസ്റ്റ് കാണുന്നത് 4 വരും. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും 28 × 4 എന്നൊരു ടേം വന്നിട്ടുണ്ട്. അതൊരു വലിയ ടേമാണ്. അതിൽ നിന്ന് നമ്മൾ -7 കുറച്ചാൽ നമുക്ക് 4 എന്നുള്ള നമ്പർ വരില്ല. അപ്പോൾ നമുക്ക് ഇതും എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി 4th ഓപ്ഷൻ ആയിരിക്കും. അത് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. അതിൽ നമുക്ക് 4th ഓപ്ഷനിൽ പിന്നെ ബാക്കിയുള്ള ഓപ്ഷൻ, അപ്പോൾ ഒബ്വിയസ്ലി അതായിരിക്കും കറക്റ്റ് ആൻസർ. പിന്നെ ഇവിടെ നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. 4 - 7 ഇൻറ്റും
ഇൻറ്റു മൈനസ് ആണ് ചേഞ്ച് ആക്കണം. അപ്പോൾ 4 ഇൻറ്റു 7 മൈനസ് 28 പ്ലസ് 4 എന്ന് വരും. ഇത് ആദ്യം നമ്മൾ കണ്ടുപിടിച്ചല്ലോ 4 ആണെന്ന്. അപ്പോൾ ഇത് നമുക്ക് ചെയ്യുമ്പോൾ ഇതിന് 28 വന്നു. അപ്പോൾ 28 28 ക്യാൻസലായി. അപ്പോൾ 4 ആയിരിക്കും ആൻസർ. അപ്പോൾ LHS ഈക്വൽ ടു RHS എന്ന് വന്നു. അപ്പോൾ ഇക്വേഷൻ കറക്റ്റായി. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആയിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സെലക്ട് ഓപ്ഷൻ. ഓക്കെ, റിലേറ്റഡ് ഇൻ ദ തേർഡ് ടേം ഇൻ ദ സെയിം വേ ആസ് ദ സെക്കൻഡ് ടേം ഇസ് റിലേറ്റഡ് ദ ഫസ്റ്റ് ടേം. ഇത് ഈ തമ്മിലുള്ള റിലേഷൻ സെയിം റിലേഷൻ ഇതിന് കറസ്പോണ്ടിങ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് അത് ചെയ്യാം. ഇ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ആയേക്കണത് +3 ചേഞ്ചാണ് വന്നേക്കണത്. എ എന്നുള്ളതും എഗെയിൻ എത്രയാ, സോറി, ഇ എന്ന് പറഞ്ഞാൽ -1 ചേഞ്ചാണ് വന്നേക്കണത്. എ എന്നുള്ളത് +3 ചേഞ്ചാണ് വന്നേക്കണത്. എസ് എന്ന് പറയണത് -5 ചേഞ്ചാണ്. 19ഉം 14ഉം അല്ലേ. ഓക്കെ, വൈ എന്ന് പറയണത് വൈയും എഫ് ആണ് പിന്നെ റിലേറ്റഡ്. വൈ എന്ന് പറയുമ്പോൾ 25 ആണ്. എഫ് എന്ന് പറയുമ്പോൾ നമുക്ക് വൈ കഴിഞ്ഞിട്ട് എങ്ങനെ എഴുതാൻ പറ്റും? എഫിൻ്റെ കറസ്പോണ്ടിങ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും? 26 + 6 ചെയ്താൽ മതി. അതായത് 32 അല്ലേ. 26 + 6 എന്ന് പറഞ്ഞാൽ 32. 32 എന്ന് പറയുമ്പോൾ +7 ആണ്. അതായത് വൈ കഴിഞ്ഞിട്ടുള്ള 7th ലെറ്റർ ആണ് എഫ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി. അപ്പോൾ ആ ഒരു ചേഞ്ച് നമുക്ക് ഇവിടെയും ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആൻസർ ഓപ്ഷൻസിലുണ്ടെങ്കിൽ ആ ലോജിക് ആയിരിക്കും യൂസ് ആയേക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം എന്ത് ഫസ്റ്റ് ലെറ്റർ എന്ന് പറഞ്ഞാൽ -1 ആണ് അയക്കുന്നത്. അതായത് ഫസ്റ്റ് ലെറ്റർ ഈ സൈഡിലെ വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്ററും ഈ സൈഡിലെ വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്ററും റിലേറ്റ് ചെയ്തേക്കുന്നത് -1 വെച്ചാണ്. അപ്പം എം എന്തായി മാറും? -1. അതായത് എല്ലായി മാറും. ഒരു ആൽഫബറ്റ് താഴോട്ട് ഷിഫ്റ്റ് ആവും. അടുത്ത് നമ്മൾ എയുടെ ആണ് നോക്കേണ്ടത്. എ ഇങ്ങോട്ട് മാപ്പ് ചെയ്തേക്കുന്നത് സെക്കൻഡ് ലെറ്റർ എന്ന് പറഞ്ഞാൽ +3 ചേഞ്ച് ആണ്. അപ്പോൾ എഗെയിൻ ഇവിടെ എല്ലിൻ്റെ എന്ത് വരും? ഡി വരും. ഇവിടെ ഒരു +3 ചേഞ്ച് വരും. ഓക്കെ, ഇവിടെ -1 ചേഞ്ച് വരും. കെയുടെ ഇവിടെ എന്താണ് സംഭവിച്ചേക്കണം? അപ്പോൾ ഇവിടെ തേർഡ് ലെറ്ററിന് എന്താണ് ചേഞ്ച് വന്നേക്കണത് നോക്കിയാൽ മതി. ഓക്കെ, എസ് എന്നുള്ളത് എൻ ആയി. എസ് എന്ന് പറഞ്ഞാൽ 19th ലെറ്റർ ആണ്. എൻ എന്ന് പറഞ്ഞാൽ 14th ലെറ്റർ ആണ്. അപ്പോൾ -5 ഷിഫ്റ്റ് വന്നു. അപ്പോൾ 11 എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിച്ചും? എഗെയിൻ ഒരു -5 ഷിഫ്റ്റ് ആയിരിക്കും. 11 എന്ന് പറഞ്ഞാൽ 11 അല്ല, കെ എന്ന് പറഞ്ഞാൽ 11th ലെറ്റർ ആണ്. 11th ലെറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ -5 ഷിഫ്റ്റ് താഴോട്ട് വരുമ്പോഴത്തേക്കും 6th ലെറ്റർ ആയിരിക്കും ഇവിടെ വരേണ്ടത്. എഫ് ആണ്, LDF. ഓക്കെ, നമുക്ക് LDFൻ്റെ ഒരു വേർഡ് ഇവിടെ ഓപ്ഷൻ ഡി വരെ വന്നിട്ടുണ്ട്. അടുത്തതും കൂടി ജസ്റ്റ് നോക്കാം. വൈ എന്നുള്ളത് എഫ് ഐ എന്നാണ് പറയുന്നത്. വൈ കഴിഞ്ഞിട്ടുള്ള എത്രാമത്തെ ലെറ്ററാണ് എഫ്? അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ വൈ കഴിഞ്ഞാൽ സെഡ് കഴിഞ്ഞാൽ പിന്നെ അഗെയിൻ നമ്മുടെ ആൽഫബറ്റ് സീരീസ് റിപ്പീറ്റ് ചെയ്യില്ലേ, അതാണ് സെഡ് കഴിഞ്ഞാൽ സെഡ്, എ, ബി, സി, ഡി, ഇ, എഫ് 7 ലെറ്റർ കഴിഞ്ഞിട്ടില്ലേ, അതാണ് +7 ചെയ്താലാണ് നമുക്ക് എഫ് കിട്ടുന്നത്. അപ്പോൾ ഇ കഴിഞ്ഞിട്ട് +11 ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ലെറ്റർ ഇയുടെ അടുത്ത കോഡിംഗ് എന്ന് പറഞ്ഞാൽ +7 ആയിരിക്കും. അപ്പോൾ ഇ എന്ന് പറഞ്ഞാൽ 5, 7 എന്ന് പറയുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ 12 വരും. അതായത് LDF L എന്ന് വരും. അപ്പോൾ ബേസിക്കലി നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ്. അതിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഡയറക്റ്റ് ആയിട്ടുള്ള മാപ്പിംഗ്, ഫസ്റ്റ് ലെറ്റർ ഓഫ് ദി വേർഡ് ടു ഫസ്റ്റ് ലെറ്റർ ഓഫ് ദ കോഡ്, ആ സെയിം മാപ്പിംഗ് ആണ് ഇവിടെ നടന്നേക്കുന്നത്. അത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ ഇത്? ഓക്കെ, അടുത്ത മിസ്സിംഗ് നമ്പേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, ഫൈൻഡ് ദ മിസ്സിംഗ് നമ്പർ ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ 16ഉം 4ഉം കണ്ടു, പിന്നെ ഇവിടെ 10 കണ്ടു അല്ലേ. അപ്പോൾ നമുക്ക് ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 20 കിട്ടി. അതിൻ്റെ പകുതിയാണ് 10 അല്ലേ. ഇവിടെ നമ്മൾ അഗെയിൻ നോക്കിയപ്പോൾ ഇതിൻ്റെ രണ്ട് ആഡ് ചെയ്തപ്പോൾ 64 കിട്ടി. അതിൻ്റെ പകുതിയാണ് 32. അപ്പോൾ ഇത് ഈസി ആയിട്ട് ചെയ്യാം. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇവിടെ എന്ത് വരും? 8 + സംതിങ് 18 + സംതിങ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡബിൾ ആയിരിക്കും എന്നാണ് പറയണത്. അപ്പോൾ ഡബിൾ എന്ന് പറയുന്നത് 80 ആണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്ത് വരും? സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ 80 - 18 വരും. അതായത് 62 എന്ന് വരും ഇവിടെ ആൻസർ. 62 എന്ന് വരും. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഇത് എളുപ്പമായിട്ടുള്ള മിസ്സിംഗ് നമ്പേഴ്സാണ്. പക്ഷേ ഇപ്രാവശ്യം CHSL ഫസ്റ്റ് ഷിഫ്റ്റ് ചോദിച്ചത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള മിസ്സിംഗ് നമ്പേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഇവിടെ ഈസി ആയിട്ടാണ് ചോദിച്ചത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. 7th ക്വസ്റ്റ്യൻ വായിക്കട്ടെ. രാഹുൽ ഇസ് 3 times as old as അമർ എന്നാണ് പറയുന്നത്. ഇതിൽ പറയുന്നത് രാഹുൽ എന്നുള്ള ഒരാളുണ്ട്, അയാൾ 3 times as old as അമർ എന്ന് പറയുന്നുണ്ട് ഫസ്റ്റ് സെൻറ്റൻസ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ആംബർ വാസ് ഹാഫ് ദ ഏജ് ഓഫ് രാഹുൽ 3 years ago എന്ന് പറയുന്നുണ്ട്. പിന്നെ വേറൊരാൾ പറയുന്നുണ്ട് ആംബർ എന്ന് പറയുന്നുണ്ട് 3 വർഷം മുൻപ് ആംബറിൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ രാഹുലിനേലും 3 years ഹാഫ് ഓഫ് 3 വർഷം മുൻപ് രാഹുലിൻ്റെ ഏജിൻ്റെ പകുതിയായിരുന്നു ആംബറിൻ്റെ ഏജ് എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ 4 years ഫ്രം നൗ രാഹുൽ വിൽ ബി 43 എന്ന് പറയുന്നുണ്ട്. ഓക്കെ, വാട്ട് ആർ ദ പെർസെൻറ്റേജസ് ഓഫ് അമർ ആൻഡ് ആംബർ? ഇവരുടെ രണ്ടെണ്ണം പെർസെൻറ്റേജസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൽ അവസാനം പറഞ്ഞ സെൻറ്റൻസ് വായിച്ച് നോക്കുക. ആഫ്റ്റർ 4 years ഫ്രം നൗ 4 വർഷം കഴിഞ്ഞിട്ട് രാഹുലിൻ്റെ ഏജ് 43 വയസ്സാവും എന്ന് പറയുന്നത്. അപ്പോൾ പെർസെൻറ്റേജ് എന്തായിരിക്കും? 39 ആയിരിക്കും. 39 ആണെങ്കിലല്ലേ 4 വർഷം കഴിയുമ്പോൾ 43 ആവുന്നത്. ഓക്കെ,
അത് കഴിഞ്ഞിട്ട് ബാക്കിലുള്ള സെൻറ്റൻസ് വായിക്കാം. ഓക്കെ, 3 വർഷം മുൻപ് ആംബറിൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ രാഹുലിൻ്റെ ഏജിൻ്റെ പകുതിയായിരുന്നു. അപ്പോൾ 3 വർഷം മുൻപ് രാഹുലിൻ്റെ ഏജ് എന്താണ്? 36 ആണ്. അപ്പോൾ ആംബറിൻ്റെ ഏജ് എന്ത് വരും? 18 എന്ന് വരും. 3 വർഷം മുൻപ് 18 നമുക്കിവിടെ കറൻ്റ്ലി പെർസെൻറ്റേജ് മാത്രം എഴുതാം. 3 വർഷം മുൻപ് ആംബറിൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് രാഹുൽസ് ഏജ് ആണ്. 3 വർഷം മുൻപ് രാഹുലിൻ്റെ ഏജ് 36, അതിൻ്റെ പകുതി എന്ന് പറയുന്നത് 18 എന്ന് വരും. ഓക്കെ, അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് ആംബർ എന്തായിരിക്കും? 18 + 3 ഇയേഴ്സ് ബിഫോർ ആണ് 18, അപ്പോൾ 18 + 3 എന്ന് പറയുന്നത് 21 എന്ന് വരും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ പറയേണ്ടത് രാഹുൽ ഇസ് 3 times as old as അമർ എന്ന് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ എന്താണ് അതിൻ്റെ മീനിങ്? അമറിനേലും രാഹുൽ എന്ന് പറഞ്ഞാൽ 3 times ഓൾഡർ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അമറിൻ്റെ ഏജ് എന്തായിരിക്കും? 13 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ, ഓക്കെ, 13 കിട്ടി, 21 കിട്ടി. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സെലക്ട് ദ കറക്റ്റ് ഓൾട്ടർനേറ്റീവ് ടു ഇൻഡിക്കേറ്റ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ഇൻ ലോജിക്കൽ ആൻഡ് മീനിങ് ഫുൾ ഓർഡർ എന്നാണ് പറയുന്നത്. അപ്പോൾ കറക്റ്റ് ഒരു ലോജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കലി. നമ്മുടെ വേർഡ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്, വില്ലേജ്, ഡിസ്ട്രിക്റ്റ്, സിറ്റി, കൺട്രി. ഓക്കെ, ഇതാണ് നമ്മുടെ വേർഡ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുക എന്താ? പോപ്പുലേഷൻ്റെ ബേസിൽ നമുക്ക് ഇതിനെ അറേഞ്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഏറ്റവും കുറവ് പോപ്പുലേഷൻ ഉള്ളത് ഏതാണ്? വില്ലേജ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് എവിടെ ആയിരിക്കും? സിറ്റി ആയിരിക്കും. സിറ്റി കഴിഞ്ഞാൽ എവിടെ ആയിരിക്കും? ഡിസ്ട്രിക്റ്റ് ആയിരിക്കും. കുറേ ഡിസ്ട്രിക്ട്സ് കൂടണമല്ല സ്റ്റേറ്റ്സ്, അപ്പോൾ ഒബ്വിയസ്ലി സ്റ്റേറ്റിലായിരിക്കും അത് കഴിഞ്ഞിട്ട് കൂടുതൽ. എന്നിട്ട് സ്റ്റേറ്റിൽ നിന്ന് എന്താ? കൺട്രി ആയിരിക്കും. കാരണം കൺട്രി എന്ന് പറഞ്ഞാൽ കുറേ സ്റ്റേറ്റ്സ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ പോപ്പുലേഷൻ കൂടുതലായിരിക്കും കൺട്രിയിൽ. അപ്പോൾ നമ്മുടെ ഓർഡർ എന്താണ്? ഫസ്റ്റ് വന്നത് വില്ലേജ് ആണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസിൽ നോക്കാം. ഓക്കെ, ഓപ്ഷൻ ബിയിൽ മാത്രമാണ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ, വില്ലേജിൽ. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കും. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കൗണ്ടിങ് ഫിഗേഴ്സിലെ ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു സാധനത്തിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ടാവും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നമുക്ക് ചെയ്ത് നോക്കാം. ഇങ്ങനെ ഫിഗറിലോട്ട് വരാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ചെയ്ത് നോക്കാം. അപ്പോൾ ആ കൺസ്ട്രക്ഷൻ ചെയ്യുന്നതിൻ്റെ സമയത്ത് കൂടി തന്നെ നമുക്ക് ഇതിലെ ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എത്രയെന്ന് കാണാം. നമ്മൾ ഫസ്റ്റ് ഒരു ട്രയാങ്കിൾ ഉണ്ട് അല്ലേ? ഒരു ട്രയാങ്കിൾ. ഓക്കെ, അതുകഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇതിന് നടുക്കൊരു ലൈൻ വരച്ചു. അപ്പോൾ 2 എക്സ്ട്രാ ട്രയാങ്കിൾസ് ക്രിയേറ്റ് ആയി. അപ്പോൾ +2 വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അതുകഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ലൈൻ വരച്ചെന്ന് വിചാരിക്കും. അപ്പോൾ എത്ര ട്രയാങ്കിൾ എക്സ്ട്രാ വന്നു? ഈ ഒരു ലൈൻ വരക്കുന്നത് മൂലം, ഈ ഒരു ബേസ് വരച്ചത് മൂലം 3 ട്രയാങ്കിൾസ് എക്സ്ട്രാ വന്നു. ഏതൊക്കെ? ഇത് വന്നു, പിന്നെ ഈ ഒരു വലിയ ട്രയാങ്കിൾ വന്നു അല്ലേ? അപ്പോൾ +3 ട്രയാങ്കിൾസ് വന്നു. ഇത്രയും വരച്ചപ്പോൾ ഇതും ഇത്രയും വരച്ചപ്പോഴത്തേക്കും. ഇനി നമ്മൾ ഉള്ള ലൈൻസ് എല്ലാം വരച്ചിട്ട് ഓരോ ട്രയാങ്കിൾസ് കൂടുമ്പോഴത്തേക്കും നമ്മളിവിടെ മാർക്ക് ചെയ്ത് പോവാം. അപ്പോൾ നമുക്ക് ആദ്യമേ ഈ ഒരു റെക്റ്റാങ്കിൾ പോലത്തെ സാധനമില്ലേ, അത് വരക്കാം. റെക്റ്റാങ്കിൾ പോലത്തെ സാധനം വരച്ചു. ഓക്കെ, ഇത് വരച്ചപ്പോഴത്തേക്കും പുതിയ ട്രയാങ്കിൾസ് ഉണ്ടായോ നോക്കാം. ഓക്കെ, ഇവിടെ ഒരു ട്രയാങ്കിൾ, നമ്മൾ കൗണ്ട് ചെയ്യാത്തൊരു ട്രയാങ്കിളാണ് ഈ ട്രയാങ്കിൾ ഉണ്ടായിട്ടുണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഈ ഒരു ട്രയാങ്കിൾ ഉണ്ടായിട്ടുണ്ട്. കണ്ടോ? ഈ ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാധനം വരച്ചപ്പോഴത്തേക്ക് നമുക്ക് 2 ട്രയാങ്കിൾസാണ് ബേസിക്കലി ഉണ്ടായത്. ഒന്ന് ഇത്. അപ്പോൾ +2 ട്രയാങ്കിൾസ് ഉണ്ടായി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ലൈൻ വരക്കാം. ഇങ്ങനത്തെ ഒരു ലൈൻ വരക്കാം. അപ്പോൾ എത്ര ട്രയാങ്കിൾസ് ഉണ്ടായി നോക്കാം. ഈ ഒരു ലൈൻ ഇങ്ങനെ വരക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ ഒരു ലൈൻ ഇങ്ങനെ ഒരു ലൈൻ. അതുകൊണ്ട് ന്യൂ ആയിട്ട് പുതിയ ട്രയാങ്കിൾസ് ഒന്നും ഉണ്ടായിട്ടില്ല, നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ +1 നമ്മൾ അഗെയിൻ ഇവിടെ ഒരു ട്രയാങ്കിൾ വന്നിട്ടുണ്ട്. എൻ്റെ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ലൈൻ വരക്കാം. ഈ ലൈൻ വരക്കണോണ്ട് എന്തെങ്കിലും ട്രയാങ്കിൾസ് ഉണ്ടാവുന്നുണ്ടോ? ഇല്ല, ആക്ച്വലി ഉണ്ടാവുന്നില്ല. അപ്പോൾ നമുക്ക് അടുത്ത ലൈൻ വരക്കാം. ഈ ലൈൻ വരക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു ട്രയാങ്കിൾ ഇങ്ങനെ ഫോം ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ വന്ന ട്രയാങ്കിൾ ഫോം ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ ഒരു +1 ലൈൻ എക്സ്ട്രാ ട്രയാങ്കിൾസ് ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ലൈൻ മിസ് ഔട്ട് ആയിട്ടുണ്ടോ? ഇല്ല, നമ്മളെല്ലാം ഈ എൻറ്റയർ ഫിഗർ നമ്മൾ റീക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഓരോ ലൈൻസ് വരയ്ക്കുമ്പോഴും എത്ര ട്രയാങ്കിൾസ് എക്സ്ട്രാ ഉണ്ടാവണമെന്ന് നോക്കി. അപ്പോൾ നമുക്കിവിടെ എത്ര ഉണ്ടാവും? 3, 6, 8, 9, 10. അപ്പോൾ മൊത്തം 10 ട്രയാങ്കിൾസ് ഇവിടെ ഉണ്ടായി. അപ്പോൾ ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കും. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദ തേർഡ് ടേം ഇൻ ദ സെയിം വേ ആസ് സെക്കൻഡ് ടേം ഇസ് റിലേറ്റഡ് ടു ദ ഫസ്റ്റ് ടേം. ഓക്കെ, അപ്പോൾ ഇത് തമ്മിലുള്ള സെയിം റിലേഷൻ ഫോളോ ചെയ്യുന്ന മലേറിയയുടെ കറസ്പോണ്ടിങ് വേർഡ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ കോസ് ചെയ്യണതുണ്ട്, HIV വൈറസ് കോസ് ചെയ്യണ ഒരു രോഗമാണ് എയ്ഡ്സ് അല്ലേ? അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഡിസീസ്, ഇതെന്ന് പറഞ്ഞാൽ കോസറ്റീവ് ഏജൻറ്റ് ഏതാണെന്നുള്ളത്, കോസ് ചെയ്യണത് എന്താണെന്നുള്ളത്. അപ്പം മലേറിയ കോസ് ചെയ്യേണ്ടത് എന്താണെന്നാണ് നമ്മൾ ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കറിയാം അത് ഏതാണ്? ഒരു പാരസൈറ്റാണ് മറ്റേ മലേറിയ എന്ന് പറഞ്ഞ ഡിസീസ് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ല കോസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു
കോസിറ്റീവ് ഒരു ഏജൻ്റ് ആണത്. അപ്പോൾ അത് ഏതാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ, ഏത് പാരസൈറ്റ് ആണ് മലേറിയൽ ഡിസീസ് കോസ് ചെയ്യണമെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത് GK യൂസ്ഫുൾ ആവും എന്തായാലും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സെലക്ട് ദ ഓപ്ഷൻ ഇൻ വിച്ച് നമ്പർ സെറ്റ്സ് ഷെയർ ദ സെയിം റിലേഷൻഷിപ്സ് ആസ് ദാറ്റ് ഷെയർ ബൈ ദ ഗിവൺ നമ്പർ സെറ്റ്. ഓക്കെ, ഈ നമ്പർ സെറ്റ് ക്രിയേറ്റ് ചെയ്ത സെയിം റിലേഷൻഷിപ്പ് ഇവിടെ എവിടെയാണ് ഫോളോ ചെയ്യണമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന നമ്പർ ഏതാണ്? 6421890 എന്നാണ് തന്നേക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 642 എങ്ങനെ റിലേറ്റ് ചെയ്തേക്കണം? ഇൻറ്റു 7 വെച്ചാണ് റിലേറ്റ് ചെയ്തേക്കുന്നത്. 6 × 7 ആണ് 42, സെക്കൻഡ് ലെറ്റർ. ഓക്കെ, അപ്പോൾ തേർഡ് ലെറ്റർ എങ്ങനെയാണ്, സെക്കൻഡ് ലെറ്റർ എങ്ങനെയാണ് തേർഡ് ലെറ്ററിലോട്ട് റിലേറ്റ് ചെയ്തതെന്ന് നോക്കാം. അപ്പോൾ അതിന് ആദ്യം നമ്മൾ എന്ത് ചെയ്യും? 1890 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കാം. 1890 ഡിവൈഡ് ബൈ 42. സംതിങ് ഇൻറ്റു 42 ഇൻറ്റു സംതിങ് ആണ് 1890 നമുക്ക് അസ്യൂം ചെയ്യാം. എന്നിട്ട് നമുക്കിത് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും വാല്യൂ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ 6 വെച്ച് പറ്റും. 6 വെച്ച് 6 വെച്ച് പറ്റും. ഓക്കെ, 6 വെച്ച് പറ്റും. 3 വരും, പിന്നെ 1 വരും, പിന്നെ 3 എന്ന് പറയുമ്പോൾ 315 വരും. 42 വെച്ച് ചെയ്യുമ്പോൾ 7 വരും. 7 വെച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്കും 4 വരും. ഓക്കെ, 45 എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി 42 ഇൻറ്റു 45 ചെയ്തപ്പോഴാണ് നമുക്ക് 1890 ചെയ്തത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ എവിടെയെങ്കിലും ഫോളോ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു 6ൻ്റെ നെക്സ്റ്റ് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സെക്കൻഡ് നമ്പർ കിട്ടും അല്ലേ. അതാണ് ബേസിക്കലി നമുക്ക് 42 ആണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് 2ൻ്റെ നെക്സ്റ്റ് നമ്പർ ഏതാണ്? ഫസ്റ്റ് ഓപ്ഷൻ മുതൽ നോക്കാം. 3 ആണ്, അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെക്കൻഡ് ഓപ്ഷൻ കിട്ടി. അപ്പോൾ ഇത് ഓക്കെയാണ്. പിന്നെ ഇവിടെ വെച്ച് നോക്കി 9ൻ്റെ സെക്കൻഡ് നമ്പർ ഏതാണ്? 10 ആണ്. അപ്പോൾ ഇത് ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. 4ൻ്റെ എന്താണ്? സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ ഇൻറ്റു 5. അപ്പോൾ ഇത് ഓക്കെയാണ്. പിന്നെ ഇതിൻ്റെ നോക്കാം. 7ൻ്റെ നെക്സ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പോൾ 7 × 8 ആണ് ഇവിടെ ഉള്ളത് അല്ല. അപ്പോൾ ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഓപ്ഷൻ C അല്ലെങ്കിൽ ഓപ്ഷൻ A ആയിരിക്കും നമ്മുടെ ആൻസർ. നമുക്ക് അടുത്തത് എന്താ ചെയ്യേണ്ടത്? സെക്കൻഡ് ലെറ്ററും തേർഡ് ലെറ്ററും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. സെക്കൻഡ് നമ്പർ കഴിഞ്ഞിട്ടുള്ള 3 നമ്പേഴ്സ് കഴിഞ്ഞിട്ടുള്ള നമ്പർ മൾട്ടിപ്ലൈ ചെയ്യപ്പോഴാണ് നമുക്ക് തേർഡ് നമ്പർ കിട്ടിയത് അല്ലേ. അപ്പോൾ നമുക്ക് 6 കഴിഞ്ഞിട്ടുള്ള 3 നമ്പേഴ്സ് കഴിഞ്ഞിട്ടുള്ള നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 54 കിട്ടുമെന്ന് നോക്കാം. 6 കഴിഞ്ഞിട്ട് 3 കഴിഞ്ഞുള്ള 3 നമ്പേഴ്സ് കഴിഞ്ഞിട്ടുള്ള നമ്പർ ഏതാണ്? 9 ആണ്. അപ്പോൾ 6 + 3 9 കിട്ടി. ഓക്കെ, 9. അപ്പോൾ ഇവിടെ വന്നെന്ന് പറഞ്ഞാൽ 6 × 9 ആണോ വന്നതെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ 54 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കറക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ സെക്കൻഡ് ഓപ്ഷൻ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഈ ലോജിക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കും. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സെലക്ട് ദ കോമ്പിനേഷൻ ഓഫ് ലെറ്റേഴ്സ് when sequentially placed in the gaps of the given letter series will complete the series. ഓക്കെ, ഒരു ലെറ്റർ സീരീസ് തന്നുകൊണ്ട് നമ്മൾ ഏത് ലെറ്റേഴ്സാണ് ഇവിടെ വെക്കുമ്പോഴത്തേക്കും ഈ സീരീസ് കംപ്ലീറ്റ് ആവണമെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ഈ ബേസിക്കലി ഈ ക്വസ്റ്റ്യൻ്റെ ലോജിക്ക് കോമൺ ആയിട്ട് വരുന്ന ലോജിക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ലെറ്റർ സീക്വൻസ് ഉണ്ടാവും, അത് റിപ്പീറ്റ് ചെയ്യേണ്ടാവും ഈ ഒരു സീരീസിൽ. അതാണ് ബേസിക്കലി ഇതിൻ്റെ ലോജിക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഈ അടുത്തടുത്ത് ഇപ്പോൾ ABC എന്ന് പറഞ്ഞ ഒരു പാറ്റേൺ വന്നിട്ടുണ്ടല്ലോ, അത് എവിടെയെങ്കിലും ഇവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി, ഈ ഒരു ഗ്യാപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ CC അല്ലെങ്കിൽ BCC എന്ന് പറഞ്ഞാൽ ആ സീക്വൻസ് എവിടെയെങ്കിലും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ CC എന്ന് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. CC കഴിഞ്ഞിട്ട് ഏത് ലെറ്ററാണ് വന്നേക്കണത്? D ആണ് വന്നേക്കണത് അല്ലേ. അപ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ ആൻസറിൻ്റെ ഇവിടെ എന്തായിരിക്കും? D ആയിരിക്കും വന്നത്. കാരണം CC ഇവിടെ ഉണ്ട്, അഗെയിൻ CC ഇവിടെ ഉണ്ട്, അത് ഫോളോ ചെയ്യണം ഇവിടെ D ഉണ്ട്. അപ്പോൾ നമുക്ക് D ആയിരിക്കും വന്നേക്കണം. അപ്പോൾ തന്നെ നമ്മൾ ഓപ്ഷൻസിലോട്ട് പോവാം. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഓപ്ഷൻസിൽ പോകുമ്പോൾ ഓപ്ഷൻ Cയിൽ മാത്രം വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയത് ഫസ്റ്റ് ലെറ്റർ D ആയിരിക്കും എന്നാണ്. അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് നോക്കി, ബാക്കിയെല്ലാ ഓപ്ഷൻസിന്ന് നോക്കിയപ്പോൾ Dയിലാണ് സ്റ്റാർട്ട് ചെയ്യണത്. എല്ലാ ഓപ്ഷൻസിൻ്റെയും സെക്കൻഡ് ലെറ്ററും D തന്നെയാണ്, തേർഡ് ലെറ്ററും E ആണ്. അത് എല്ലാ ഓപ്ഷൻസിൻ്റെയും ഫസ്റ്റ് 3 ലെറ്റേഴ്സ് സെയിം ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഒബ്വിയസ്ലി ഇവിടെ നമുക്കത് ഫില്ല് ചെയ്യാം. അപ്പോൾ അഗെയിൻ ഇവിടെ എന്ത് വരും? AB, നമ്മുടെ ലെറ്റർ എന്ന് പറഞ്ഞാൽ ABCCDDE നമുക്ക് ഓപ്ഷൻ സിന്ന് കിട്ടി, ഇത് ഫില്ല് ചെയ്യാൻ പറ്റി അല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അഗെയിൻ നോക്കിയപ്പോഴത്തേക്കും ഇവിടെ വേർഡ് റിപ്പീറ്റ് ചെയ്തേക്കുന്നത് AB എന്നാണ് റിപ്പീറ്റ് ചെയ്തേക്കുന്നത്, AB ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു സീക്വൻസ് റിപ്പീറ്റ് ചെയ്യുന്ന കേസാണ് ഈ ക്വസ്റ്റ്യൻ്റെ ലോജിക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ AB വന്നു, പിന്നെ ഇവിടെ നമുക്ക് CC ഫില്ല് ചെയ്ത് നോക്കാം, CCDE. ഓക്കെ, DE ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ABCCDDEA. ഓക്കെ, ABCC നമുക്കിവിടെ വന്ന സീക്വൻസ് എന്താണ്? ABCCDD അല്ലേ. അപ്പോൾ DD. ഓക്കെ, പിന്നെ ഈ D തന്നിട്ടുണ്ട്, ഇത്രയും ഭാഗമായിരുന്നു ഇല്ലാത്തത്.
അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് കിട്ടിയ നമ്മുടെ സീക്വൻസ് എന്താണ്, റിപ്പീറ്റിംഗ് സീക്വൻസ് ഏതാണെന്ന് വെച്ചാൽ ABCCDDE ആണ് നമ്മുടെ റിപ്പീറ്റിംഗ് സീക്വൻസ്. അപ്പോൾ നമ്മൾ ഇവിടം വരെയുള്ള സെയിം ആയി. നമ്മൾ ആഡ് ചെയ്തതാണ് CCD എന്നുള്ള വേർഡാണ് പിന്നെ നമ്മൾ ആഡ് ചെയ്തത്. ഈ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഇത് CBD ആണ്. അപ്പോൾ ഈ ആൻസർ അല്ല ആൻസർ. പിന്നെ ഇത് നോക്കുമ്പോൾ ഇത് CCD ആണ് ആഡ് ചെയ്തേക്കുന്നത്. എഗെയിൻ ഇവിടെയും CCD ആണ് ആഡ് ചെയ്തേക്കുന്നത്. നമ്മുടെ ആൻസർ either B or D ആണ് നമ്മുടെ ആൻസർ. പിന്നെ എഗെയിൻ നമ്മൾ പോവുക. ഇത് ഗ്യാപ്പ് അല്ല. ഷെറ്റ്. ഓക്കെ, ഇത് നമ്മൾ ഇത് ഗ്യാപ്പല്ല ബേസിക്കലി. ഇത് തന്നിരിക്കുന്ന D ആണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ട് ഇത് തന്നിട്ടുണ്ട്. അവിടെ എന്ത് വരും? എഗെയിൻ നമ്മുടെ ഈ സീക്വൻസിൽ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ AB എന്ന് വരും. അപ്പോൾ നമുക്ക് CCD കഴിഞ്ഞിട്ട് AB വന്നേക്കണം എവിടെയെന്ന് നോക്കാം. ഓക്കെ, ഇവിടെയും AB തന്നെയാണ് വന്നേക്കണത്. ഓക്കെ, AB ആണ് വന്നേക്കണം. അതുകൊണ്ട് പിന്നെ CCD വന്നു, CCD. ഓക്കെ, പിന്നെ ഇവിടെ ഒരു D ആയിരിക്കുമല്ലോ, ABCCDDE എന്നല്ലേ നമ്മുടെ സീക്വൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ വരുന്ന ലെറ്റർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി D ആയിരിക്കും, D. അപ്പോൾ അവിടെ ആൻസർ എന്തായിരിക്കും? എഗെയിൻ ഇവിടെയും D തന്നെയാണ് വന്നേക്കണത്. അപ്പോൾ അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ AB ഇവിടെ വന്നേക്കണത് CCDE എന്നാണ് വരേണ്ടത്. അപ്പോൾ നമുക്ക് അവസാനത്തെ 3 ഗ്യാപ്സിൽ വരേണ്ടത് CCD എന്നുള്ളതാണ്. ഓക്കെ, ബേസിക്കലി ഇവിടെ നോക്കുമ്പോൾ ഇവിടെയാണ് CCD വന്നേക്കണത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ D ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഓപ്ഷൻസ് യൂസ് ചെയ്ത് ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ബേസിക്കലി ഇതിൻ്റെ ലോജിക് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ വേർഡ് ഉണ്ട്, അത് കണ്ടിന്യൂസ്ലി റിപ്പീറ്റ് ആവുകയാണ്. വൺസ് നമ്മളത് ഫിഗർ ഔട്ട് ചെയ്ത് തന്നെ ഈസി ആയിട്ട് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 13th ക്വസ്റ്റ്യൻ. അത് വായിക്കാം. സെലക്ട് ദ ലെറ്റർ ക്ലാസ് ദാറ്റ് വിൽ റീപ്ലേസ് എ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഫോളോയിങ് സീരീസ്. ഓക്കെ, നമുക്കൊരു ലെറ്റർ സീരീസ് തന്നിട്ടുണ്ട്. അതിൽ ഏത് ലെറ്റർ ഇവിടെ ഫില്ലാവുന്ന ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ലെറ്റർ വേർഡ് ഏതാണ്? ജാം ആണ്. പിന്നെ KEL ആണ്. പിന്നെ LIK ആണ്. പിന്നെ ഓക്കെ, അവിടെ തന്നിട്ടുണ്ടല്ലോ J. നമ്മൾ ഫസ്റ്റ് വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്ററും സെക്കൻഡ് ലെറ്ററിൻ്റെ ഫസ്റ്റ് വേർഡും നമ്മൾ ആ ഡിഫറൻസ് നോക്കിയാൽ മതി. JK ആയി, അതായത് ഒരു +1 ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. K എന്ന് പറഞ്ഞാൽ L ആയി, അതായത് എഗെയിൻ ഒരു +1 ഷിഫ്റ്റ് നടന്നിട്ടുണ്ട്. K കഴിഞ്ഞിട്ട് L അല്ലേ വരുന്നത്. എന്നിട്ട് ഇവിടെ നോക്കുമ്പോൾ ഒബ്വിയസ്ലി അപ്പോൾ ഒരു +1 ഷിഫ്റ്റ് ആയിരിക്കും നടന്നത്. അപ്പോൾ L കഴിഞ്ഞിട്ടുള്ള ലെറ്റർ ആയിരിക്കും വന്നത്. L കഴിഞ്ഞിട്ട് വന്ന ലെറ്റർ ഏതാ? M ആണ്. അപ്പോൾ ബാക്കി ഓപ്ഷൻ നമ്മൾ M ആയിരിക്കും. ഇതിൽ ഫസ്റ്റ് ലെറ്റർ എന്ന് പറഞ്ഞാൽ M ആയിരിക്കും. ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ സെക്കൻഡ് ലെറ്റർ A ആണ്. സെക്കൻഡ് വേർഡിലെ സെക്കൻഡ് ലെറ്റർ എന്ന് പറഞ്ഞാൽ E ആണ്. പിന്നെ I ആണ്. അപ്പോൾ AEI അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വവൽസ് ആണ്. AEIOയുടെ ആ ഒരു സീക്വൻസ് ആണ് വന്നേക്കണം. ഇവിടെ I ആണെങ്കിൽ എന്ത് വരും? ഇവിടെ AEIO വരും അല്ലേ? AEIO എന്ന് വരും. അപ്പോൾ സെക്കൻഡ് ലെറ്റർ എന്ന് പറഞ്ഞാൽ O ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഒബ്വിയസ്ലി ഓപ്ഷൻ D ആയിരിക്കും. റൈറ്റ് അവേ നമുക്ക് ആൻസർ ചെയ്യാം. എഗെയിൻ നമുക്ക് ഈ എമ്മിൻ്റെ നോക്കാം. M കഴിഞ്ഞിട്ടുള്ള -1 താഴെയുള്ള ലെറ്ററാണ് L. Lന് താഴെയുള്ളതാണ് K. Kന് താഴെയുള്ളതാണ് എന്ത്? ജസ്റ്റ് 1 ലെറ്റർ താഴെ ആയിരിക്കും J വന്നത്. ഓക്കെ, അപ്പോൾ MOJ എന്നായിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, ഇനിയിപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് ഡൈസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. ദ 3 different പൊസിഷൻസ് ഓഫ് ദ സെയിം ഡൈസ് ആർ ഷോൺ. സെലക്ട് ദ സിമ്പിൾ ദാറ്റ് വിൽ ബി ഓൺ ദ ഫേസ് ഓപ്പോസിറ്റ് ടു ദ വൺ ഹാവിങ്. ഓക്കെ, ഇവിടെ എക്സ്ക്ലമേഷൻ മാർക്കാണ് ഇവിടെ തന്നേക്കുന്ന ആ സിമ്പിൾ. എക്സ്ക്ലമേഷൻ മാർക്കിൻ്റെ ഓപ്പോസിറ്റുള്ള ഫേസ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഇവിടെ എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ട് അല്ലേ? അപ്പോൾ ഈ 2 ഓപ്ഷൻസ് എന്തായാലും ആൻസർ അല്ലായിരിക്കും. അത് ഹാഷ് അപ്പോൾ നമുക്ക് അപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്ത് കളയാം. പക്ഷേ ബാക്കിയൊന്നും നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് മറ്റേ ട്രിക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ നോക്കാം, ഈ 2 ഫിഗർ കമ്പയർ ചെയ്യപ്പോൾ കോമൺ ആയിട്ടുള്ള ഫേസ് ഏതാണെന്ന് നോക്കാം. കോമൺ ആയിട്ടുള്ള ഫേസ് ഏതാണ്? ഓക്കെ, ഒരു ഫേസ് മാത്രമേ കോമൺ ഉള്ളൂ, ഹാഷ് എന്നുള്ള ഫേസ് അല്ലേ? അപ്പോൾ നമ്മൾ ഹാഷ് മുതൽ നമ്മൾ ക്ലോക്ക് വൈസിൽ അങ്ങോട്ട് എഴുതാം. ക്ലോക്ക് വൈസ് എഴുതപ്പോൾ ഹാഷ് അറ്റ് വന്നു. ക്ലോക്ക് വൈസ് ഇവിടെ എഴുതപ്പോൾ ഇവിടെ ഒരു എക്സ്ക്ലമേഷൻ പോയിന്റ് ഇവിടെ വന്നു. ഇപ്പോൾ ഇതിൻ്റെ ക്ലോക്ക് വൈസ് എഴുതപ്പോഴത്തേക്കും ഹാഷ്, ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ഡോളർ സിമ്പിൾ, ഇത് %. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഈ ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സിമ്പിൾ കണ്ടു, കോമൺ ആയിട്ടൊരു സിമ്പിൾ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ക്ലോക്ക് വൈസ് ആയിട്ട് നമ്മൾ പിന്നെ ഈ ഫേസസ് ഓരോന്നും എഴുതി കഴിഞ്ഞാൽ ഈ ഫേസിൽ ഓപ്പോസിറ്റ് 2 ക്യൂബിൻ്റെ 2 ഡൈസിൻ്റെ ആണല്ലോ നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഈ കറക്റ്റ് ഓർഡറിൽ നമ്മൾ ക്ലോക്ക് വൈസ് ഓർഡറിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഈ സിമ്പിൾസിൽ ഇവർ രണ്ടുപേരും ഓപ്പോസിറ്റ് പെയേഴ്സ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ മറ്റേ എക്സ്ക്ലമേഷൻ പോയിൻറ്റിൻ്റെ ഓപ്പോസിറ്റ് പെയർ എന്താണ്? % സിമ്പിളാണ്. നമ്മൾ ഇത് രണ്ടും കമ്പയർ ചെയ്ത് എഴുതിയപ്പോഴേക്കും നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ A ആണ്. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം നമുക്ക്. 15th ക്വസ്റ്റ്യൻ ഒരു സീരീസ് ആണ്. സെലക്ട് ദ നമ്പർ ദാറ്റ് വിൽ കം ഇൻ ദ നെക്സ്റ്റ് ഇൻ ദ ഫോളോയിങ് സീരീസ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സീരീസ് ഇതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സീരീസുകളപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്ത് നോക്കേണ്ടത് ഡിഫറൻസുകൾ എടുത്ത് നോക്കുക.
ഡിഫറൻസുകളിൽ എന്തെങ്കിലും പാറ്റേൺ ഉണ്ടോ എന്ന് ഫസ്റ്റ് നോക്കാം. അപ്പോൾ ഇവിടെ ഡിഫറൻസ് എടുക്കുമ്പോൾ ഇവിടെ 3 വന്നു, ഇവിടുത്തെ ഡിഫറൻസ് എടുക്കുമ്പോൾ 4 വന്നു, ഇവിടുത്തെ ഡിഫറൻസ് എടുത്തപ്പോൾ നമുക്ക് എത്ര വന്നു? 8 അല്ലേ, 8 വന്നു. പിന്നെ ഇവിടെ ഡിഫറൻസ് എടുക്കുമ്പോൾ അത് വന്നു 21 എന്ന് പറയുമ്പോൾ 17 വന്നു. ഓക്കെ, പിന്നെ ഈ ഡിഫറൻസ് എടുത്തപ്പോൾ നമുക്ക് എത്ര വന്നു? 38 എന്ന് പറയുമ്പോൾ +3 41 ഓക്കെ 33 എന്ന് വന്നു. ഡിഫറൻസുകൾ നമുക്ക് ഇതാണ് കിട്ടിയത്. അഗെയിൻ നമുക്ക് ഈ ഡിഫറൻസുകളുടെ ഡിഫറൻസ് എടുത്ത് നോക്കാം. ഒരു ഡിഫറൻസ് എടുക്കുമ്പോൾ 1 വന്നു, ഇവിടെ ഡിഫറൻസ് എടുത്തപ്പോൾ 4 വന്നു, ഇവിടെ ഡിഫറൻസ് എടുത്തപ്പോൾ നമുക്ക് 9 വന്നു, ഇവിടെ ഡിഫറൻസ് എടുക്കുന്നത് നമുക്ക് എത്ര വന്നു? 17 എന്ന് പറയുമ്പോൾ +16 വന്നു. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് ഓഫ് ഡിഫറൻസുകൾ നമ്മൾ എടുത്തപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ് നമുക്ക് കിട്ടിയത് അല്ലേ. 1 4 9 16 ആണ്, 16 ആണ് കിട്ടിയത്. അപ്പോൾ അടുത്ത ഡിഫറൻസ് ഓഫ് ഡിഫറൻസ് എത്ര ആയിരിക്കും? 25 ആയിരിക്കും. അപ്പോൾ അടുത്ത ഡിഫറൻസ് എന്തായിരിക്കും? ഇത് ആഡ് ചെയ്താൽ മതി. അതായത് 16 + 17 അല്ലേ 33, അപ്പോൾ 25 + 33 ആയിരിക്കും ഈ ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ. 25 + 33 എന്ന് പറഞ്ഞാൽ 38, ഇവിടെ 58 എന്ന് വരും. ഫസ്റ്റ് ഡിഫറൻസ് 58 വന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടാൻ നമ്മളിത് 75 ആയിട്ട് ആഡ് ചെയ്താൽ മതി, 71 ആയിട്ട് ആഡ് ചെയ്താൽ മതി ബേസിക്കലി. അതായത് 71 കിട്ടാനായിട്ട് നമ്മൾ ഈ 33 വെച്ചല്ലേ ആഡ് ചെയ്ത്, 33 + 38 ചെയ്ത് 71 കിട്ടില്ലേ, അല്ലെങ്കിൽ 71 - 38 ചെയ്തപ്പോഴാണ് 33 കിട്ടിയത്. ആ സെയിം ലോജിക്കിൽ 58 + 71 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്പർ കിട്ടും. അപ്പോൾ ഈ നമ്പർ എന്തായിരിക്കും? 71 + 58 ചെയ്താൽ മതി. 71 + 58 എന്ന് പറയുമ്പോൾ 79 129 എന്ന് വരും. ഓക്കെ, നോക്കുമ്പോൾ ഓപ്ഷൻ സി 129 ആണ്. അപ്പോൾ അത് കിട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സെലക്ട് ദ ഓപ്ഷൻ ഇൻ വിച്ച് words in the word pair shares the same relationship as that in the given pair. ഓക്കെ, ഈ സെയിം റിലേഷൻഷിപ്പ് ഫോളോ ചെയ്യുന്ന ഓപ്ഷൻസിൽ ഏതാണെന്നാണ് ചോദിച്ചത്. ബേസിക്കലി ഫെലിഡേ എന്ന് പറഞ്ഞ ഫാമിലിയിലുള്ളൊരു ആനിമലാണ് ടൈഗർ എന്ന് പറഞ്ഞാൽ. ബേസിക്കലി അല്ല, ടൈഗറിൻ്റെ ഒരു ഫാമിലിയാണ് ഫെലിഡേ എന്ന് പറഞ്ഞ ഫാമിലിയിലുള്ളതാണ് ടൈഗർ. അപ്പോൾ അതുപോലെ ഇവിടുത്തെ കേസാണ് നോക്കേണ്ടത്. ഇത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ബേസിക്കലി. കാരണം നമുക്ക് അങ്ങനെ ഒന്നല്ലെങ്കിൽ GK ബയോളജി അത്രയും ഡെപ്തിൽ പഠിക്കാത്തവർക്ക് ഇത് കിട്ടില്ല. ആക്ച്വലി ആൻസർ ഓപ്ഷൻ സി ആണ് തന്നിരിക്കുന്നത്. വെയിൽ എന്ന് പറഞ്ഞാൽ സെറ്റേഷ്യ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിൽ നിന്നുള്ളതാണ് വെയിൽ എന്ന് പറഞ്ഞാൽ ആനിമൽ, മെയിൽ എന്ന് പറഞ്ഞ ആനിമൽ. ബാക്കിയെല്ലാം തെറ്റാണ്. എലിഫൻറ്റ്, കാനിഡേ അല്ല. കാനിഡേ എന്ന് പറഞ്ഞാൽ ഡോഗ്സിൻ്റെ ആണെന്നുകൊണ്ട്. അപ്പോൾ ഈ ഒരു സ്പീഷീസും ലൈക്ക് ഫാമിലിയും അങ്ങനെ ആ സംഭവം നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നോളേജ് ഈസ് റിട്ടൺ ആസ് ഒരു കോഡ് തന്നിട്ടുണ്ട്. ഹൗ വിൽ സീരിയൽ ബി റിട്ടൺ ഇൻ ദ സെയിം ലാംഗ്വേജ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് തന്നേക്കുന്ന വേർഡ് നോളേജ് ആണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും ഡി തന്നിട്ടുണ്ട്, ഇ തന്നിട്ടുണ്ട്, തന്നിട്ടുണ്ട്, GK തന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിലുള്ള എല്ലാ ലെറ്റേഴ്സ് തന്നെയാണ് ബേസിക്കലി നമ്മുടെ കോഡിലുള്ള ലെറ്റേഴ്സും. ഇതിൻ്റെ ഉള്ളതിൻ്റെയും നമ്പർ പൊസിഷൻസ് നമുക്ക് എങ്ങനെയാണ് ഇത് മാപ്പ് ചെയ്തേക്കുന്നത് നമുക്ക് മനസ്സിലാവണില്ല. അപ്പോൾ നമ്പർ പൊസിഷൻസ് എഴുതി നോക്കാം. 11 വന്നു, 14 വന്നു, 15 വന്നു, 23 വന്നു, 12 വന്നു, 5 വന്നു, 4 വന്നു, 7 വന്നു, 5 വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് എഴുതിയപ്പോൾ 4 വന്നു, 5 വന്നു, 5 വന്നു. G എന്ന് പറയുന്നത് 7 വന്നു. ഓക്കെ, K എന്ന് പറഞ്ഞാൽ 11 വന്നു, L എന്ന് പറഞ്ഞാൽ 12 വന്നു, N എന്ന് പറഞ്ഞാൽ 14 വന്നു, 15 വന്നു, 23 വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലായി പെട്ടെന്നുണ്ട് സ്മോളർ ആദ്യമേ വന്നേക്കുന്നത് പറഞ്ഞാൽ ആൽഫബറ്റ് സീരീസിൽ ഫസ്റ്റ് ലൈക്ക് ആദ്യത്തെ ലെറ്റേഴ്സ് 4 5 5 7 അത് ആൽഫബറ്റിക് ഓർഡറിലാണ് ബേസിക്കലി നമ്മുടെ കോഡ് എഴുതിയേക്കുന്നത്. നമ്മുടെ വേർഡ് തന്നെയാണ്, പക്ഷേ ആൽഫബറ്റിക് ഓർഡറിലാണ് നമ്മുടെ കോഡ് വന്നേക്കുന്നത്. അത്രേ ഉള്ളൂ ഇതിൻ്റെ ലോജിക്ക്. നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവും 4 ആണ്, 5 ആണ്, 5 ആണ്, 7 ആണ്, 11 ആണ്. അതായത് കണ്ടോ 4 5 5 7 11 12 14 15 and 23 ആൽഫബറ്റിക് ഓർഡറിലോട്ട് അങ്ങോട്ട് എഴുതി വെച്ചങ്ങനെയാണ്. അപ്പോൾ ആ സെയിം ലോജിക്ക് ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാം. സീരിയൽ എന്ന് പറഞ്ഞ വേർഡാണ് നമുക്ക് കോഡ് തന്നേക്കുന്നത്. ആൽഫബറ്റിക് ഓർഡറിൽ എഴുതാം. ആൽഫബറ്റിക് ഓർഡറിൽ ഫസ്റ്റ് വന്നത് ഏതാ? A ആണ്. A വന്നു. അത് കഴിഞ്ഞിട്ട് E ആണ്. അപ്പോൾ AEയിൽ സ്റ്റാർട്ട് ചെയ്യണത് എല്ലാം AEയിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യണത്. AE കഴിഞ്ഞാണ് I ആണ് വന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. പക്ഷേ 3 ഓപ്ഷൻസ് ബാക്കി വേണ്ട. ഓക്കെ, I വന്നിട്ടുണ്ട്. പിന്നെ വന്നത് L ആയിരിക്കും. കാരണം L ആണല്ലോ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ പിന്നെ ആദ്യം വന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് L ആണ് വന്നത്. പക്ഷേ നമുക്ക് ഓപ്ഷൻ B എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ഇത് ബിറ്റ്വീനാണ് കമ്പയർ ചെയ്യേണ്ടത്.
ഓക്കെ, പിന്നെ ഈ എം എന്ന് പറഞ്ഞ വാക്ക് വേർഡ് ഇല്ല, ലെറ്റർ ഇല്ലായിരുന്നു. അപ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയിരിക്കും. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വെൻ ഡയഗ്രാം ക്വസ്റ്റ്യൻ ആണ്. സെലക്ട് ദ വെൻ ഡയഗ്രാം ദാറ്റ് റെപ്രസെന്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫോളോയിങ് ക്ലാസ്സസ്. തന്നിരിക്കുന്നത് ഡോക്ടേഴ്സ് തന്നിട്ടുണ്ട്, ന്യൂറോ സർജൻസ് തന്നിട്ടുണ്ട്, ഫീമെയിൽസ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ 3 കാറ്റഗറി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഡോക്ടേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഒരു സർക്കിൾ വരച്ചു. പിന്നെയുള്ള ന്യൂറോ സർജൻസ് ആണ്. ന്യൂറോ സർജൻസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അവർ ഡോക്ടേഴ്സ് ആണല്ലോ. അപ്പോൾ നമുക്ക് എല്ലാം ന്യൂറോ സർജൻസിനെ നമുക്ക് എന്ത് വെക്കാം, ഡോക്ടേഴ്സ് എന്നുള്ള രീതിയിൽ ഇവിടെ ഒരു സർക്കിൾ വരക്കാം. പിന്നെ പറഞ്ഞത് ഫീമെയിൽസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാം ഫീമെയിൽസും അല്ല, എല്ലാം നമുക്ക് ഫീമെയിൽസിന് ഒരു സർക്കിൾ എങ്ങനെ വരക്കും, ഇങ്ങനെ വരക്കും. അതായത് ദർ ആർ സം ന്യൂറോ സർജൻസ് ഹു ആർ ഫീമെയിൽസ്, അതായത് സം ഡോക്ടേഴ്സ് ഹു ആർ ഫീമെയിൽസ്. എല്ലാം ഫീമെയിൽസും ഡോക്ടേഴ്സൊന്നും അല്ലല്ലോ. അപ്പോൾ നമ്മുടെ ഫിഗർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇതുപോലെ വരും. അതായത് ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ആൻസർ. ഇത് ഡോക്ടേഴ്സ്, ഓക്കെ, ഇത് ന്യൂറോ സർജൻസ്, കാരണം എല്ലാം ന്യൂറോ സർജൻസ് ഡോക്ടേഴ്സാണ്. ഇത് ഫീമെയിൽസ്. നമ്മുടെ ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്ക് നെക്സ്റ്റ് 19th ക്വസ്റ്റ്യൻ ചെയ്യാം. 19th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഓക്കെ, ഇതൊരു മാത്സ് ക്വസ്റ്റ്യൻ ആണ്. എ ബോയ് ഹാസ് എ ടോട്ടൽ ഓഫ് 740. ഓക്കെ, 740 രൂപ ഉണ്ട് ഒരാളുടെ കയ്യിൽ. ബട്ട് ഇൻ ദ ഡിനോമിനേഷൻസ് ഓഫ് 2 rupees, ഓക്കെ, 2, പിന്നെ 5, 2 രൂപ, 5 രൂപ, 10 rupees ആൻഡ് 20 rupees notes. Okay, denominations of 2 rupee, 5 rupee, 10 rupee and 20 rupee notes. If the number of each denomination is equal, what is the total number of notes the boy has? ഓക്കെ, ഇത് ഈ പറയണമെന്ന് പറഞ്ഞാൽ 2 രൂപ, 5 രൂപ, 10 രൂപ, 20 രൂപയുടെ നോട്ട്സ് പുള്ളിക്കാരൻ്റെ ആ ഡിനോമിനേഷൻസിലാണുള്ളത്. ആൻഡ് ടോട്ടൽ 740 രൂപ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ പറയണമെന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ നമ്പർ ഓഫ് നോട്ട്സ് അല്ല, ഈച്ച് നോട്ട്സ് 2 രൂപയുടെ നോട്ടും ഈക്വൽ ടു 5 രൂപയുടെ നോട്ട് ഈക്വൽ ടു 10. എത്ര നമ്പർ ഓഫ് നോട്ട്സ് ഓഫ് ഈച്ച് ഡിനോമിനേഷൻസ് എന്ന് പറഞ്ഞാൽ സെയിം ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് നോട്ട്സ് എന്ന് പറഞ്ഞാൽ കെ എന്ന് എടുക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര രൂപയുണ്ട്, 2 ഇൻറ്റു എത്ര നോട്ട് ഉണ്ട്, കെ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് നോട്ട്സ് ആണ്. ഓക്കെ, ഇവിടെ പറയുന്ന എല്ലാം നോട്ട്സും ഈച്ച് ഡിനോമിനേഷൻസിൻ്റെ നോട്ട്സിൻ്റെ നമ്പർ സെയിം ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കെ നമ്മൾ നോട്ട്സിൻ്റെ നമ്പറായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് വരും, 5ൻ്റെ കെ എന്ന് വരും, 10K എന്ന് വരും, പ്ലസ് 20K എന്ന് വരും. അതെന്ന് പറഞ്ഞാൽ എന്ത് വരും, 740 എന്ന് വരും ബേസിക്കലി. 2 രൂപ ഇൻറ്റു നമ്പർ ഓഫ് നോട്ട്സ് ഓഫ് 2 rupee ആയിരിക്കും ടോട്ടൽ റുപ്പീസ് ബൈ 2 rupee കൊണ്ടുള്ള ടോട്ടൽ നമ്പർ അത്ര ടോട്ടൽ റുപ്പീസ് എന്ന് പറഞ്ഞാൽ. അതുപോലെയാണ് ഇത് 5 rupeeയുടെ ടോട്ടൽ റുപ്പീസ് എന്ന് പറഞ്ഞാൽ 5 നമ്പർ ഓഫ് നോട്ട്സ് ഓഫ് 5 rupees, റൈറ്റ്. അപ്പോൾ അത് നമുക്കിത് ടോട്ടൽ ചെയ്യുമ്പോൾ എന്ത് വരും, 2, 7, 17 പ്ലസ് 20 എന്ന് പറയുന്നത് 37 എന്ന് വരും. അപ്പോൾ 37K ഈസ് ഈക്വൽ ടു 740 എന്ന് വന്നു. അപ്പോൾ K ഈക്വൽ ടു എന്ത് വന്നു, K എന്ന് പറഞ്ഞാൽ ഇൻറ്റു 20 എന്ന് വന്നു. ഓക്കെ, അപ്പോൾ ബേസിക്കലി നമുക്ക് കിട്ടിയത് ഓരോ ഡിനോമിനേഷൻ്റെയും 20 നോട്ട് വെച്ച് ഓരോ ഡിനോമിനേഷൻ്റെ ഉണ്ടെന്നാണ് പറയണത്. അപ്പോൾ എത്ര ഡിനോമിനേഷൻസ് ഉണ്ട്, 1, 2, 3, 4. 20 നോട്ട് 2 രൂപയുടെ ഉണ്ട്, 20 നോട്ട് 5 രൂപയുടെ ഉണ്ട്, 20 രൂപ നോട്ട് 10 രൂപയുടെ ഉണ്ട്, 20 നോട്ട് 20 രൂപയുടെ ഉണ്ട്. അപ്പോൾ മൊത്തം എത്ര നോട്ട് ഉണ്ടാവും, ഇൻറ്റു 4. ഓരോ ഡിനോമിനേഷനെ റെപ്രസെൻറ്റ് ഇൻറ്റു 4, അതായത് 80 നോട്ട്സ് പുള്ളിക്കാരൻ്റെ ഉണ്ട് ടോട്ടൽ. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കും. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സെലക്ട് ദ ഗിവൺ പാറ്റേൺ കെയർഫുള്ളി ആൻഡ് സെലക്ട് ദ നമ്പർ ദാറ്റ് ക്യാൻ റീപ്ലേസ് എ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ഇറ്റ്. ഓക്കെ, ബേസിക്കലി ഒരു പാറ്റേൺ തന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ മാർക്ക് നമ്മൾ ഗസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഈ നമ്പർ എന്ന് പറഞ്ഞാൽ 1, 2, 2 എന്നാണ്, ഇത് 7, 35, 5 എന്നാണ്. ഓക്കെ, ഈ നമ്പർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി 7 × 5 ആയിരിക്കും 35 എന്നുള്ളത്. അപ്പോൾ ആ സെയിം ലോജിക്ക്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, 35 ഡിവൈഡഡ് ബൈ 7 ആണ് നമ്മുടെ സെക്കൻഡ് ലെറ്റർ. ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റും 2 ഡിവൈഡഡ് ബൈ 1 ആണ് എന്ത്, നമ്മുടെ തേർഡ് ലെറ്റർ എന്ന് പറഞ്ഞാൽ. സെക്കൻഡ് ലെറ്റർ ബൈ ഫസ്റ്റ് ലെറ്റർ സെക്കൻഡ് ലെറ്റർ ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ലെറ്റർ ആണ് തേർഡ് ലെറ്റർ. കാരണം ഇവിടെയും 35 ഡിവൈഡഡ് ബൈ 7 എന്ന് പറഞ്ഞാൽ നമുക്ക് 5 എന്ന് കിട്ടില്ലേ. അപ്പോൾ ആ സെയിം ലോജിക്ക് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. 96 ഡിവൈഡഡ് ബൈ 12, സെക്കൻഡ് നമ്പർ ബൈ ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, തേർഡ് നമ്പർ എന്ന് കിട്ടി. അതെന്ന് പറഞ്ഞാൽ 8 എന്ന് കിട്ടി. ഓക്കെ, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്തത് സിലോഗിസം ക്വസ്റ്റ്യൻ ആണ്, നമുക്കത് ചെയ്യാം. എളുപ്പം ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നണം. നമുക്ക് ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സം മെൻ ആർ ആനിമൽസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ ഡയഗ്രാം വരയ്ക്കും, ഇത് മെൻ ആണെങ്കിൽ ഇത് ആനിമൽസ് എന്നുള്ളത് ചെയ്യാം, ആനിമൽസ്. ഓക്കെ, ഓൾ ട്രീ ആർ റിവേഴ്സ് എന്നാണ്. അപ്പോൾ
മാനും ആനിമലും ആണ് നമുക്ക് അറിയാവുന്നത്. ട്രീനെ കുറിച്ചും റിവേഴ്സിനെ കുറിച്ചും ഇവിടെ പറയുന്നില്ല. അപ്പോൾ നമുക്ക് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് വരക്കാൻ നോക്കാം. ഓക്കെ, ഓൾ ആനിമൽസ് ആർ ട്രീസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫിഗർ ഇങ്ങനെ വരും. ഓൾ ആനിമൽസ് ആർ ട്രീസ്. അതായത് ഇവിടെ ആനിമൽസ് എല്ലാം ട്രീസിൻ്റെ ഉള്ളിലാണെന്നാണ്, ആ ട്രീയുടെ സർക്കിളിൻ്റെ ഉള്ളിലായിരിക്കണം ആനിമൽസിൻ്റെ സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നതിന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്കിപ്പ് ചെയ്ത സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലേ, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോകാം. ഓൾ ട്രീസ് ആർ റിവേഴ്സ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ പോകാം. അപ്പോൾ ഓൾ ട്രീസ് ആർ റിവേഴ്സ് എന്ന് പറയുമ്പോൾ എഗെയിൻ നമുക്ക് ഇങ്ങനെ വരക്കേണ്ടി വരും. ഇത് റിവേഴ്സ് ഔട്ട് സൈഡ്, റിവേഴ്സിൻ്റെ സർക്കിൾ ഔട്ട് സൈഡ് ഇങ്ങനെ വരക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഗർ. സം മെൻ ആർ ആനിമൽസ്, ഓൾ ട്രീസ് ഓക്കെ ആർ റിവേഴ്സ്, ഓൾ ആനിമൽസ് ആർ ട്രീസ്. അപ്പോൾ നമ്മുടെ ഫിഗർ വെൻ ഡയഗ്രാം ഇങ്ങനെ ഇരിക്കും. ഇനി നമുക്ക് കൺക്ലൂഷൻസ് നോക്കാം, ഏതൊക്കെയാണ് ട്രൂ ആവണേന്ന്. സം മെൻ ആർ റിവേഴ്സ്. ഓക്കെ, സം മെൻ ആർ റിവേഴ്സ്. ഓക്കെ, ഒബ്വിയസ്ലി ആയിരിക്കുമല്ലോ. ഈ ഒരു പാട്ടെന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് സം ആനിമൽസ് ആർ മെൻ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ ഒരു കോമൺ ആയിട്ട് വരുന്ന പാട്ടില്ലേ, അത് റിവേഴ്സിലും കോമൺ ആയിട്ട് വരുന്നുണ്ട്, മെന്നിലും കോമൺ ആയിട്ട് വരുന്നുണ്ട് ഈ പാട്ടെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒബ്വിയസ്ലി സം മെൻ എന്ന് പറഞ്ഞാൽ ആ റിവേഴ്സ് എന്നുള്ളതാണ്. വെൻ ഡയഗ്രത്തിൽ നിന്ന് ഡയറക്റ്റായിട്ട് കിട്ടി. അല്ലെങ്കിൽ നമുക്ക് ഈ മെന്നും റിവേഴ്സും തമ്മിലുള്ള റിലേഷൻ നമുക്ക് എന്ത് കിട്ടി, സം മെൻ ആ റിവേഴ്സ് എന്നുള്ള റിലേഷൻഷിപ്പാണ് നമുക്ക് വെൻ ഡയഗ്രത്തിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ ഓപ്ഷൻ 1 കറക്റ്റാണ്. ഓൾ റിവേഴ്സ് ആർ ആനിമൽസ്. അടുത്തത് ഓക്കെ, അല്ല അത് ഫോൾസ് ആണ്. ഇവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും ഓൾ റിവേഴ്സ് ഇതാണ്, ആനിമൽസ് ഇതാണ്. അപ്പോൾ ആനിമൽസിൻ്റെ സർക്കിൾ ചെറുതാണ്, റിവേഴ്സിൻ്റെ സർക്കിൾ അതിൻ്റെ പുറത്തുള്ള സർക്കിളാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിലൊന്നും ഉള്ള റിവേഴ്സ് എന്ന് പറഞ്ഞാൽ ആനിമൽസ് അല്ല, അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നമുക്ക് സെക്കൻഡ് കൺക്ലൂഷൻ റോങ് ആണ്. തേർഡ് കൺക്ലൂഷൻ നോക്കാം. ഓൾ റിവേഴ്സ് ആർ മെൻ. ഓക്കെ, എഗെയിൻ അത് തെറ്റാണ്. നമ്മൾ ഈ വരച്ച ഫിഗറിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും റിവേഴ്സ് ഇതാണ്, മെൻ ഇതാണ്. ഈ പാട്ടിലുള്ള മെൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഓൾ റിവേഴ്സ് ആർ മെൻ അല്ലേ, സോറി, ഈ പാട്ടിലുള്ള റിവേഴ്സ് എന്ന് പറഞ്ഞാൽ മെൻ അല്ലല്ലോ, ഇത്രയും പാട്ടിലുള്ളതെന്നല്ലേ നമുക്ക് ബേസിക് ഫിഗറിൽ കിട്ടിയത്. അപ്പോൾ നമുക്ക് ഓൾ റിവേഴ്സ് ആർ മെൻ എന്നുള്ളത് തെറ്റിടാം. പിന്നെ ഓൾ മെൻ ആർ ട്രീസ്. എന്നുള്ളതും എഗെയിൻ മെൻസിൻ്റെ ഫിഗർ ഇതാണ്, ട്രീസിൻ്റെ ഫിഗർ ഇതാണ്, ഐ മീൻ സർക്കിൾ ഇതാണ്. അപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് കാണാൻ പറ്റും ഈ പാട്ടിലുള്ള മെന്നൊന്നും ട്രീസ് അല്ലാന്ന്. അപ്പോൾ നമുക്ക് അപ്പോഴും അതും തെറ്റാന്ന് പറയാം. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ 1 ആണ് നമ്മുടെ കറക്റ്റ്. കാരണം കൺക്ലൂഷൻ 1 മാത്രമാണ് കറക്റ്റായിട്ട് വരുന്നുള്ളൂ, ബാക്കിയെല്ലാം റോങ് ആണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. In a certain code language, if is written as 225 and but is written as 1849, how will slip be written in that code language എന്നാണ് ചോദ്യം. ഓക്കെ, കോഡ് ലാംഗ്വേജ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. 225 വേർഡ് നമ്പർ കോഡിംഗ് ആണ്. അപ്പോൾ IFൻ്റെ നമ്മൾ പ്ലേസ് വാല്യൂസ് എഴുതി നോക്കുക. 9 വന്നു, ഇത് 6 വന്നു, ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ വന്നു 15 വന്നു അല്ലേ. മാപ്പ് ചെയ്തേക്കണേ 225 ആണ്. 225 എന്ന് പറഞ്ഞാൽ 15ൻ്റെ സ്ക്വയർ ആണ്. പിന്നെ നമ്മളൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല, ബട്ടിൻ്റെ പ്ലേസ് വാല്യൂസിൻ്റെ സമ്മിൻ്റെ സ്ക്വയർ ആയിരിക്കും 1849 എന്നുള്ളത്. അപ്പോൾ സ്ലിപ്പിൻ്റെ കറസ്പോണ്ടിങ് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. സ്ലിപ്പ് എന്ന് പറയുമ്പോൾ SLIP അല്ലേ, 19 വന്നു, 12 വന്നു, 9 വന്നു, 16 വന്നു. ഓക്കെ, ആഡ് ചെയ്ത് നോക്കാം. 21, 31, 40, 56 കിട്ടി. ഓക്കെ, പിന്നെ 56ൻ്റെ സ്ക്വയർ ആയിരിക്കും നമ്മുടെ ആൻസർ. 56ൻ്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 56ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് 15 എത്ര ഡിസ്റ്റൻസ് ഉണ്ട്, +6 ഉണ്ട്. അപ്പോൾ 25 എത്ര, 25 + 6 31 വരും. 6 അവസാനം എന്ന് പറയുമ്പോൾ 36 വരും. അപ്പോൾ 3136 ആയിരിക്കും നമ്മുടെ ആൻസർ, ഓപ്ഷൻ ബി. ഈ സ്ക്വയർസ് ഒക്കെ കണ്ടുപിടിക്കാൻ ഒബ്വിയസ്ലി നിങ്ങൾ മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, അപ്പോൾ ഇതും എളുപ്പമായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 23rd ക്വസ്റ്റ്യൻ. ഇൻ ദ കറക്റ്റ് മിറർ ഇമേജ് ഓഫ് ദ ഗിവൺ ഫിഗർ വെൻ ദ മിറർ ഇസ് പ്ലേസ്ഡ് ടു ദ റൈറ്റ് സൈഡ് ഓഫ് ദ ഫിഗർ. ഓക്കെ, മിറർ ഇമേജ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ ഫിഗർ, ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു മിറർ വെച്ച് എങ്ങനെയായിരിക്കും ഇരിക്കണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പേപ്പേഴ്സിലൊക്കെ ചെയ്താണ്, എളുപ്പമാണ്. ബേസിക്കലി ഇത് നോക്കിയാൽ മതി, ഇത് പോയിന്റ് ചെയ്തേക്കുന്നത് ഇങ്ങോട്ടല്ലേ. അപ്പോൾ മിറർ ഇമേജിൽ എന്ന് പറയുമ്പോൾ റൈറ്റിലോട്ട് പോയിന്റ് ചെയ്തിരിക്കുന്ന സാധനം ലെഫ്റ്റിലോട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും മിറർ ഇമേജ് ഇരിക്കുന്നത്. അത് ഏത് ഫിഗറിലാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ അല്ല, ഈ പോയിന്റഡ് എൻ്റെ താഴെ തന്നെ ആയിരിക്കും, ബ്രോഡഡ് എൻ്റെ മുകളിൽ തന്നെ ആയിരിക്കും. കാരണം അപ്സൈഡ് ഡൗൺ ഇൻവേർഷൻ നടക്കുന്നില്ല, റൈറ്റ് ലെഫ്റ്റ് ഇൻവേർഷൻ നടക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ആൻസർ നമുക്ക് അപ്പം തന്നെ കട്ട് ചെയ്യാം, കാരണം ഈ പോയിന്റഡ് എൻ്റെ ഇവിടെ വന്നു. പിന്നെയുള്ള ഓപ്ഷൻസിൽ നമുക്ക് കമ്പയർ ചെയ്യാം. പിന്നെ ഓപ്ഷൻ സി നോക്കിയപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഓപ്ഷനിൽ മാത്രമാണ് പോയിന്റഡ് എൻ്റെ ഇങ്ങോട്ടാണ് ഒറിജിനൽ. അപ്പോൾ നമ്മുടെ ആൻസറിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ മാത്രമേ അങ്ങനെയുള്ളൂ, ബാക്കി എല്ലാത്തിലും നമ്മുടെ ക്വസ്റ്റ്യൻ ഫിഗറിലുള്ള പോലെ തന്നെയാണ് മിറർ ഇമേജ് വരച്ച് വെച്ചേക്കുന്നത്, ഈ നോസിൻ്റെ പാട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു പാട്ട് മാത്രം ഓപ്ഷൻ എ ആയിരിക്കും അപ്പോൾ നമ്മുടെ ആൻസർ.
കാരണം ഈ നോസിൻ്റെ ഇൻവേർഷൻ ഇവിടെ മാത്രമേ കറക്റ്റ് ആവുന്നുള്ളൂ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആക്കാം. 24th ക്വസ്റ്റ്യൻ. സെലക്ട് ദി ഓഡ് വൺ ഔട്ട് എന്നാണ് ചോദിച്ചേക്കണം. ഇതാണ് നമ്മുടെ വേർഡ്സ്, മറ്റേ കുറേ ഒരു ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് തന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ADGPI ഇത് കോമൺ ആയിട്ട് വരുന്ന ലോജിക്കാണ് ബേസിക്കലി. ഇവിടെ ഒരു വവൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ ഇവിടെയും ഒരു O വന്ന് ഇവിടുത്തെ ADGPI എന്നാണ് തന്നിരിക്കുന്നത്. അടുത്തെന്ന് പറഞ്ഞാൽ OMKLU എന്നാണ് തന്നേക്കണം. ഇവിടെ O വന്നുണ്ട്, ഇവിടെ ഒരു വവലുണ്ട്. സോറി, ഇവിടെ രണ്ട് വവൽസ്, സോറി, ഈ ഒരു ലെറ്ററിൽ A ഉണ്ട് ഒരു വവൽ, പിന്നെ I ഉണ്ട്, രണ്ട് വവൽസ് ഉണ്ട്. ഇവിടെ നോക്കുമ്പോൾ O ഉണ്ട്, U ഉണ്ട്, ഇവിടെയും രണ്ട് വവൽസ് ഉണ്ട്. ഇവിടെ നോക്കുമ്പോൾ E ഉണ്ട്, U ഉണ്ട്, അഗെയിൻ ഇവിടെ രണ്ട് വവൽസ് ഉണ്ട്. ഇവിടെ നോക്കുമ്പോൾ എന്താണ്, ഇവിടെ ഒരു വവലുള്ളൂ. അതായത് ഈ തന്നിരിക്കുന്ന വേർഡ്സിൽ ഫസ്റ്റ് 3 വേർഡ്സിലും രണ്ട് വവൽസ് ഉണ്ട്, ലാസ്റ്റിൽ മാത്രം ഒരു വവലുള്ളൂ. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്നത് ഇതാണ്. നമ്പർ ഓഫ് വവൽസും കൺസണൻസിൻ്റെ ബേസിലും നമുക്ക് പറയാം. അങ്ങനത്തെ ഒരു ലോജിക്കും എപ്പോഴും വരാറുള്ളതാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഫോൾഡിങ് അൺഫോൾഡിങ്ങിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്യുക. ദ സീക്വൻസ് ഓഫ് ദ ഫോൾഡിങ് പീസ് ഓഫ് പേപ്പർ ആൻഡ് ദ സീക്വൻസ് ഓഫ് ഫോൾഡിങ് എ പീസ് ഓഫ് പേപ്പർ ആൻഡ് ദ മാനർ ഇൻ വിച്ച് ദ ഫോൾഡഡ് പേപ്പർ ഹാസ് ബീൻ കട്ട് is shown in the following figures. How would this appear? How would this പേപ്പർ ലുക്ക് വെൻ ഇറ്റ്സ് അൺഫോൾഡഡ്? ഓക്കെ, ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഇതിന് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് അത് കുറേ ഒരു കട്ട് വരുത്തിയിട്ടുണ്ട്, പഞ്ച് ചെയ്ത് കട്ട് വരുത്തിയിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലോജിക്ക് എന്താണ്? ഇവിടെ ഇതിൻ്റെ മിറർ ഇമേജ് ആയിരിക്കും ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ വന്നത്. അപ്പോൾ ഇതിൻ്റെ മിറർ ഇമേജ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഹോൾ ഉണ്ടാവും, പിന്നെ ഇതിൻ്റെ കറസ്പോണ്ടിങ് ഇതുപോലെ തന്നെ ഇങ്ങോട്ട് പോയിൻ്റ് ചെയ്ത് ഇങ്ങനെ സംഭവം ഉണ്ടാവും. ഓക്കെ, അത് രണ്ടും വന്നു. അത് രണ്ടും ഉള്ള ഓപ്ഷൻസ് ഏതാ നോക്കാം. ഇത് ഇവിടെയും ഇവിടെ ഉള്ളത്. ഓക്കെ, ഈ എല്ലാ ഓപ്ഷൻസിലും ഇവിടെയും ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. പിന്നെ ഈ ഒരു സംഭവം ഇതിങ്ങനെ രണ്ടെണ്ണം വരും. ഓക്കെ, ഈ ഓപ്ഷനിൽ ഇവിടെ സംഭവമില്ല, ആക്ച്വലി ഇങ്ങനെ വരേണ്ടതാണ്. അതനുസരിച്ച് നമുക്ക് ഈ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് കളയാം. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഓപ്ഷൻ പോവാം. ഈ ഓപ്ഷൻ പോകുമ്പോൾ നമ്മൾ പിന്നെ ഫസ്റ്റ് അൺഫോൾഡിൻ്റെ കാര്യം മാത്രമേ നമ്മൾ നോക്കിയുള്ളൂ. ഇനി അടുത്ത അൺഫോൾഡ്, ഇത് തിരിച്ചിങ്ങോട്ട് അൺഫോൾഡ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ഇവിടെ രണ്ട് ഇത് വരും. ഇതിൻ്റെ മിറർ ഇമേജ് ആയിരിക്കും ഇവിടെ വന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് സംഭവം വരും. ഓക്കെ, അപ്പോൾ 4 ഇതുള്ളത്. ഓക്കെ, ഓപ്ഷൻ ഡിയിലാണ് ഇതുള്ളൂ ഈ രണ്ട് സംഭവം ഉള്ളത്. ഈ ഒരു സംഭവം കണ്ടോ, ഈ രണ്ട് സർക്കുലർ ഹോൾ വന്നേക്കണത് ഇവിടെ മാത്രമേ ഉള്ളൂ. ഇത് അൺഫോൾഡ് ചെയ്യപ്പോൾ ഇങ്ങനെ വരും, ഇതിങ്ങനെ ഇങ്ങോട്ട് അൺഫോൾഡ് ചെയ്യപ്പോൾ ഒബ്വിയസ്ലി ഇവിടെയും രണ്ട് ഹോൾ വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അതോടെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഈ പേപ്പർ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കമ്മിങ് CHSL എക്സാംസിന് വേണ്ടി ഈ ഇതുപോലത്തെ പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് CPO പേപ്പേഴ്സും നിങ്ങൾ നോക്കി. അപ്പോൾ നമുക്ക് മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ വേണ്ടി, മോസ്റ്റ് ഓഫ് ദ പാറ്റേൺ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. നമുക്ക് ഫസ്റ്റ് ഷിഫ്റ്റ് നടന്നതിൻ്റെ ബേസിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണമെന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് തന്നെ അതിലും ചോദിച്ചേക്കാം, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഇത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സെഷൻ ഇതോടെ വൈൻഡപ്പ് ചെയ്യാം.